ഹായ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ടെസ്റ്റ് സീരീസ്. നമ്മുടെ ആദ്യത്തെ എക്സാമാണ്. നമ്മുടെ ആദ്യത്തെ എക്സാമിൻ്റെ അതിൻ്റെ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ എക്സാമാണ്. അപ്പോൾ ആദ്യത്തെ എക്സാം ഒബ്വിയസ്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചിട്ട് അടുത്ത നമുക്ക് ഈ പരീക്ഷ നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതൊരു കീ അനാലിസിസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീ ഡെഫിനറ്റ്ലി യു ഹാവ് ദി ഒറിജിനൽ കീ വിത്ത് യു. ഓരോ ചോദ്യത്തിൻ്റെയും ആ ഒരു പേഴ്സ്പെക്റ്റീവ്, ആ ഡൈമെൻഷൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അല്ലാതെ നമുക്ക് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ അങ്ങനെയാണ് എന്നുള്ളൊരു ക്ലാസ് പോലെ അല്ല ഇത്. ഇറ്റ്സ് ജസ്റ്റ് എൻ അനാലിസിസ് ഓഫ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ക്വസ്റ്റ്യൻസ് എന്താണെന്നറിയോ, നമ്മൾ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയൊരു ഗുണം, നമുക്ക് പല ക്വസ്റ്റ്യൻസും കിട്ടുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പല ക്വസ്റ്റ്യൻസും കിട്ടുമ്പോൾ എക്സ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യനെ ഇങ്ങനത്തെ ഡൈമെൻഷൻസിലൊക്കെ ഇതിൻ്റെ ആൻസർ വെച്ചിട്ടായിരിക്കും. സോ ഈ എക്സിൻ്റെ ആൻസർ അല്ല നമുക്ക് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവുക, ഇതിൻ്റെ എക്സ്പ്ലനേഷനിൽ കിടക്കുന്ന കുറച്ച് കീ പോയിന്റ്സ് ഉണ്ടാവും. നാളെ ഈ പോയിന്റ്സ് ആയിരിക്കും പിന്നീട് ഒരു പൊട്ടൻഷ്യൽ ചോദ്യമായി മാറാനുള്ള കപ്പാസിറ്റി ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇതിനെ ഒരു നമുക്കൊരു അനാലിസിസ് ആയിട്ട് നമുക്ക് കാണാം. സോ നമ്മുടെ ആദ്യത്തെ കൾട്ട് എന്നാണ് നമ്മുടെ എക്സാം. നമുക്കിതിനകത്ത് വി ഹാവ് 1.5 ഹവറിന് എഴുതിയ എക്സാം ആണ്. 150 മാർക്സിന് 75 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്കിതിനകത്ത് നമ്മുടെ ആദ്യത്തെ ടെസ്റ്റിന് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നത്. ആൻഡ് ജൂലൈ ആണ് ഇതിൻ്റെ ജൂലൈ സമയത്തുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഇതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ന്യൂസ് പേപ്പറിൽ നിന്നും പ്ലസ് PIB നിന്നും മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് ടെസ്റ്റും കൂടാണ്. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓർമ്മയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചിരുന്നോ, നമ്മുടെ കവറേജ് ശരിയായിരുന്നു? ഇതിൽ ഞാൻ ഐ എം റീറ്ററേറ്റിംഗ് റിപ്പീറ്റിംഗ് ദ പോയിന്റ്, ഓൾ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാവ് ആസ്ക്ഡ് ഹിയർ, ഇതിൽ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ചോദ്യങ്ങളും പേപ്പറിനും PIB എന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ആൻഡ് മാക്സിമം UPSCയുടെ ഒരു ലെവൽ നിർത്തുന്ന രീതിയിൽ മാക്സിമം ഫ്രെയിമിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഓൺ വിത്ത് നമ്മുടെ ആൻസർ കീ ഇപ്പുറത്തെ സൈഡിലുണ്ട്. സോ വിൽ ജസ്റ്റ് സ്വിച്ച് ഇറ്റ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നമുക്ക് ചോദ്യം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണിച്ചു തുടങ്ങാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ റീസ്റ്റോറേഷൻ ഓഫ് കരിയച്ചല്ലി ഐലൻഡ് ഇൻ തമിഴ്നാടു. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രധാന ആസ്പെക്ട് എന്ന് പറയുന്നത് എത്ര പേർക്ക് ഇത് കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അടുത്ത പ്രധാനപ്പെട്ട ആസ്പെക്ട് എന്ന് പറയുന്നത് എത്ര പേര് ഇത് കേട്ടിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ കരിയച്ചല്ലി ഐലൻഡ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഇത് കേട്ടിട്ടുണ്ടോ. ഇനി ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സമയത്ത് യു ഷുഡ് ഓൾസോ റിമെമ്പർ, ഈ ക്വസ്റ്റ്യൻ അറിയാം, നോയിങ് എന്ന് മാത്രമല്ല സോൾവ് ചെയ്ത സമയത്ത്, ബിക്കോസ് നോയിങ് സംതിങ് ഡസൻറ്റ് മീൻ ദറ്റ് യു ക്യാൻ സോൾവ് ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് കറക്റ്റ് എവറി ടൈം. സോ സോൾവ് ചെയ്ത സമയത്ത് എന്ത് പറ്റി എന്നുള്ളതും കൂടെ ഒന്ന് ആലോചിച്ച് പോയാൽ വളരെ നല്ലതാണ്. സോ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഇത് എനിക്ക് അറിയായിരുന്നു എന്ന് നോക്കുക. സോ കരിയച്ചല്ലി ഐലൻഡ് ഹാസ് അണ്ടർഗോൺ സിഗ്നിഫിക്കൻറ്റ് ഷ്രിങ്കേജ് ഓവർ ഡെക്കേഡ്സ്. ഒരുപാട് ഷ്രിങ്കേജസ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് കറക്റ്റ്. ആർട്ടിഫിഷ്യൽ റീഫ് മൊഡ്യൂൾസും ആക്റ്റീവ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനും ഒക്കെ ഇതിനകത്തുണ്ട്. പ്രധാനമായിട്ടും കോൾ മൈനിങ് ഇസ് കറന്റ്ലി ദ മെയിൻ ത്രെറ്റ് ടു ദ റീഫ്സ് ഓഫ് ഗൾഫ് ഓഫ് മാന്നാർ. അപ്പോൾ ഈ കരിയച്ചല്ലി എന്ന് പറയുമ്പോൾ തന്നെ ഗൾഫ് ഓഫ് മാന്നാർ, അവിടുത്തെ നാഷണൽ പാർക്കിലുള്ള പ്രധാനപ്പെട്ട ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം പണ്ട് ഒരു കാലത്ത് ഇതായിരുന്നു, കോറൽ മൈനിങ് ആയിരുന്നു. പക്ഷെ അതൊക്കെ നിർത്തിയിട്ട് ഒരുപാട് കാലങ്ങളായി. സോ അതൊക്കെ മാറിയതിന് ശേഷം ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ. സോ ഒബ്വിയസ്ലി തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റായിരുന്നപ്പോൾ തന്നെ ഒബ്വിയസ്ലി 1 and 2 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് എത്തേണ്ടി വന്നു. സോ ഇതിൻ്റെ സംഭവം നോക്കിക്കോളൂ. അത് യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ യു ഷുഡ് ഹാവ് എൻ ഐഡിയ. സോ ഇതിനകത്ത് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾ, കരിയച്ചല്ലി ഐലൻഡ് റെസ്റ്റോറേഷൻ എവിടെയാണ്, ഗൾഫ് ഓഫ് മെറൈൻ നാഷണൽ പാർക്കാണ്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി വെക്കുക. സോ ദാറ്റ് ഈസ് വെരി കറക്റ്റ്. 2005 ഇത് കോറൽ മൈനിങ് ഒക്കെ ബാൻ ചെയ്തത്. സോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് യു ഷുഡ് ഹാവ് എ വെരി ക്ലിയർ കട്ട് ഐഡിയ എന്താണ് ഈ ഐലൻഡിൻ്റെ മറ്റ് കാര്യങ്ങൾ ഓർത്ത് വെക്കുക എന്നുള്ളത്. മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, PM Shri. ദിസ് ഇസ്, ഐ മസ്റ്റ് ടെൽ യു, ഒരു ടേക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15 days പേപ്പർ വായിക്കുമ്പോൾ ഒരു 2 പ്രാവശ്യമെങ്കിലും PM Shriയുടെ പല ലെവലിൽ യു ഗെറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം എഡ്യൂക്കേഷൻ. അതുകൊണ്ട് PM Shri എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇറ്റ്സ് ടൈം ഫോർ യു ടു ഗോ ബാക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലേൺ ദിസ്. ഇത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഇതൊരു 4 സ്റ്റേറ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾസ് ആർ നോമിനേറ്റഡ് സോൾലി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ബേസ്ഡ് ഓൺ കൺസിഡറേഷൻസ്. ഇത് പാർട്ട്ലി നമുക്ക് സ്കൂൾസ് ആർ പിക്ഡ് ബൈ റാൻഡം ലോട്ടറി. എന്തായാലും റാൻഡം ലോട്ടറി അല്ല. Schools apply and are selected through a multi-stage challenge, mode and specific eligible criteria, benchmarking, evaluation, physical inspection, expert view. So C ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
സ്കൂൾസ് ആർ ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡഡ് സ്റ്റുഡൻസ് വോളണ്ടറിലി അപ്ലൈ. ഇതൊക്കെ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ UPSC ഇതേപോലെ നമുക്ക് ഒരുപാട് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് തരും. ഈ കൂട്ടത്തിൽ ഏറ്റവും ബെസ്റ്റ് ആൻസേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മൈൻഡിനെ എത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അത് കണ്ടന്റ്, ഏറ്റവും രസം പറയേണ്ട ഒരു കാര്യം, ഇത് പലപ്പോഴും കണ്ടന്റ് കൊണ്ടല്ല സംഭവിക്കുന്നെന്നുള്ളൊരു സത്യം നിങ്ങൾക്ക് പ്രിലിംസ് സോൾവ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവണം. ഇത് എക്സ്ട്രീം ആണ്, ഇത് കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ്, ഐ വുഡ് കോൾ ഇറ്റ് ആസ് എൻ ഇൻസ്റ്റിങ്ക്റ്റ്. യു ഷുഡ് ഡിപ്പെൻഡ് ആൻഡ് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്ക്ട്സ് ആൻഡ് ദാറ്റ് ഷുഡ് ബി എ റൈറ്റ് ഇൻസ്റ്റിങ്ക്റ്റ്. അതാണ് കൂടുതൽ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലാവുന്നത്. സോ സി ആണ് കറക്റ്റ്. PM ശ്രീനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? സെൻട്രലി സ്പോൺസർഡ് സ്കീമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതും UPSC PYQലൊക്കെ വേണമെങ്കിൽ ചോദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സ്കീമിൻ്റെ ഫണ്ടിങ് പാറ്റേൺ, സ്റ്റേറ്റ് എത്ര, സെൻറ്റർ എത്ര, അതേപോലെ ഇതേപോലെ ലൈറ്റ് ഹൗസ് സ്കൂൾസ്, ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓർക്കാൻ നമുക്ക് പറ്റണം. ആൻഡ് മൂവിങ് ഓൺ, ദ ബന്ദ്വരി ലാൻഡ് ഫിൽ സൈറ്റ്, അവിടെ ലീച്ചേറ്റ് ഡിസ്ചാർജ് ആയിരുന്നു ഈ അടുത്ത്. എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇത് ഒബ്വിയസ്ലി അറാവലി റേഞ്ചിലാണ് ബന്ദ് വരി ലാൻഡ് ഫിൽ സൈറ്റ് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അറാവലി എന്ന് കേൾക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് അറാവലി പഠിക്കുന്ന സമയത്ത് ഫ്രം ദ കീയിൽ എന്തായാലും ഞാൻ അറാവലിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഫ്രം ദാറ്റ് കീ കണക്ട് ടു എ ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ്. കാരണം പിന്നീട് ജോഗ്രഫിയിൽ അറാവലി പഠിക്കേണ്ടതല്ല, ഇതിൽ തന്നെ കണക്ട് ചെയ്ത് പോകാൻ നമുക്ക് പറ്റണം. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട, പരീക്ഷയ്ക്ക് ചോദിക്കാൻ അറാവലീസ് എവിടെയാണെന്ന് മനസ്സിലാക്കണം, സ്റ്റേറ്റ്സ് അതിനെ മനസ്സിലാക്കണം, അതേപോലെ എവിടെ ഫോർമേഷൻ ആയത്, വൺ ഓഫ് ദ ഓൾഡസ്റ്റ് എന്ന് പറയുന്ന, പിന്നെ എന്താണ് ഗ്രാനൈറ്റ്, ഗ്നേസ്, ഷിസ്റ്റ്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പീക്ക്, ഗുരുശിഖർ, ഡൽഹി റിച്ച്, നദികൾ, ബനസ്, ലൂനി, സാഹിബി, സരസ്വതി, പഴയ സരസ്വതി എല്ലാം ഇവിടെ നിന്നാണ്. ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഒരു ടോപ്പിക്ക് വരുമ്പോൾ പോകുന്ന സമയത്ത് നിങ്ങൾ ഇതും കൂടെ ചെക്ക് ചെയ്ത് പോയാൽ നാളെ അറാവലിയുടെ ക്വസ്റ്റ്യൻ വന്നാലും യു വിൽ ഹാവ് എ ക്ലാരിറ്റി ഓൺ ദാറ്റ്. 2, കോപ്പി ലുവക് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് കോപ്പി ലുവക് എന്ന് പറയുന്നത്, അത് അറിയാമെങ്കിൽ നിങ്ങൾക്കറിയാം, വളരെ പോപ്പുലർ ആയിട്ടുള്ള സംഭവമാണ്. ഇപ്രാവശ്യം ന്യൂസിലുണ്ടായിരുന്നു. ഇത് വേറൊന്നുമല്ല, ഇറ്റ് ഈസ് പാർഷ്യലി ഡൈജസ്റ്റഡ് ആൻഡ് എക്സ്ക്രീറ്റഡ് ബൈ സിവറ്റ് കാറ്റ്സ്. പാം സിവറ്റ് പോലത്തെ നമ്മൾ ഒരു പ്രത്യേകതരം ഇതുണ്ട്, പാം സിവറ്റ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ മലയാളത്തിൽ മരപ്പട്ടി എന്നൊക്കെ പറയുന്ന പാം സിവറ്റ്സ് എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിവറ്റിൻ്റെ എക്സ്ക്രീറ്റ് ആണ്. അത് കഴിച്ചിട്ട് അത് എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ് അത് വേൾഡിലെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് കോഫി എന്ന് പറയുന്നത്. സോ അത് കോപ്പി ലുവക് എന്ന് പറയുന്നത് ഓർത്ത് വെക്കുക. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇസ് going for the BPCA. So what exactly is this BPCA എന്നുള്ളതും കൂടെ you need to have a clarity on that. So there is something called Best Pharmaceuticals for Children's Act. അപ്പോൾ ഈ ആക്ട് പ്രധാനമായിട്ടും you should have a clarity that this act is not in India. ഇത് ഇന്ത്യയുടെ ആക്ട് അല്ല. It's enacted in the United States to encourage pharmaceutical and pediatric population. So correct, under BPCA pharmaceutical companies are provided incentives such as additional market. പീഡിയാട്രിക് ഡ്രഗിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചിൽഡ്രൻസ് ആക്ട്. BPCA mandates compulsory pediatric testing for all new drugs globally before upload. So ഗ്ലോബലി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഒബ്വിയസ്ലി തെറ്റായിരുന്നു. അമേരിക്കക്കകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമ്മളിത് പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മളിങ്ങനെ വലിയ സ്റ്റേറ്റ്മെന്റ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് പ്രിലിംസിന് ചെയ്യുമ്പോൾ വി ഫംബിൾ അപ്പോൺ certain വേർഡ്സ്. നമ്മളിത് ശ്രദ്ധിക്കില്ല. നമ്മൾ ആ ലാർജർ കാര്യത്തിൽ പീഡിയാട്രിക് ഡ്രഗ് എന്നും ഇതിനകത്ത് നമ്മുടെ മൈൻഡ് അങ്ങനെ പോയി കിട്ടും. പ്രിലിംസ് പാസ്സാവുന്നതിൻ്റെ വലിയൊരു ഇൻസ്റ്റിങ്ക്റ്റ് സ്കില്ലും കൂടെ അതാണ്. നമുക്ക് ഓരോ വാക്കിൻ്റെയും ഇൻഡിവിജ്വലി നമുക്ക് അതെന്താണ് പറയുന്നത്, അത് ശരിയാണോ, ആ ഇൻസ്റ്റിങ്ക്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് നമ്മുടെ പ്രധാനപ്പെട്ട സക്സസ് ഓർത്ത് വയ്ക്കുക. സോ ഗ്ലോബലി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കോപ്പി ലുവക് നോക്കിയതിനെ പോലെ തന്നെ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് നോട്ട് കറക്റ്റ്. അപ്പോൾ BPCA പോലെ തന്നെ യു ഹാവ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് ഇസ് കോൾഡ്, it's called a PRIA. It's called PRIA, Pediatric Research Equity Act. ഇത് US-ലെ BPCA പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് PRIA എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് BPCA. അതേപോലെ PRIA, Pediatric Research Equity Act എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ഗ്ലോബലി ഡൺ എന്നുള്ള സംഭവം കൂടെ ഇവിടെ വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ക്വിക്ലി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. കൺസിഡർ ദ ഫോളോയിങ് റിഗാർഡിംഗ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഗലാത്തിയ ബേ. എവിടെയാണ് ഗലാത്തിയ ബേ എന്ന് അറിയണം. ആൻഡ് മൈൻഡഡ് ദിസ് ഇസ് ആക്ച്വലി കമ്മിങ് ഇൻ ദ ന്യൂസ് ഫോർ എ ലോട്ട് ഓഫ് റീസൺസ്. ഒത്തിരി പ്രാവശ്യം ന്യൂസിൽ വരുന്ന ഒരു സംഭവം കൂടാണ് ഗലാത്തിയ ബേ എന്ന് പറയുന്നത്. സോ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് ഐഡിയ റിഗാർഡിംഗ് വാട്ട് ഈസ്, എവിടെയാണ് ഗലാത്തിയ ബേ എന്നുള്ളത്. ഇറ്റ്സ് ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് ലാർജ് ലാൻഡ് ലക്ഷദ്വീപ് ആർക്കിപ്പെലാഗോ. തെറ്റാണ്, ഇത് ആൻഡമാൻ നിക്കോബർ അവിടെയാണ്, ലക്ഷദ്വീപിലല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബാക്കി ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ഷിപ്മെൻറ്റ് വരുന്നുണ്ട്, കറക്റ്റ്.
സെൻസിറ്റീവ് ആണ്. നെസ്റ്റിംഗ് ലെതർ ബാക്ക് ടേർട്ടിൽസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഗലാത്തിയ എന്ന് പറയുന്നത് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ യു ഷുഡ് നോ മറ്റ് ലെതർ ബാക്ക് സീ ടേർട്ടിൽസും നിക്കോബാർ മെഗാപോട്സും സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽസ് എല്ലാം ഇവിടെയുണ്ട്. സോ ആ സ്റ്റേറ്റ്മെന്റ് ഈ രീതിയിൽ വേണം നിങ്ങൾ എലിമിനേറ്റ് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ ആൻസേഴ്സ് നിങ്ങൾ എന്തായാലും നോക്കൂല. ഐ എം ജസ്റ്റ് ഗിവിംഗ് യു ദ ഐഡിയ ഓൺ ദാറ്റ്. സോ ഇതിനകത്ത് എല്ലാം തെറ്റി, അതായത് ഒന്ന് തെറ്റാണ്. അപ്പോൾ ഓൺലി 2 എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നമ്മൾ ഇതിനകത്ത് എത്തിയത്. ഓൺലി 2 എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് എത്തിയത്. ആൻഡ് മൂവിങ് ഓൺ സോയാബീൻ കൾട്ടിവേഷൻ. ഇത് ഹിന്ദുവിൽ വലിയൊരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഈ ക്വസ്റ്റൻ ഉണ്ടാക്കിയത്. മധ്യപ്രദേശ് ഇസ് ദ സോയാബീൻ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഇറ്റ്സ് കോൾഡ് ദ സോയ് സ്റ്റേറ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് ദ ലാർജസ്റ്റ് പ്രൊഡക്ഷൻ. സോ ഇത് ഇസ് കറക്റ്റ്. മേജർ ഫാമേഴ്സ് ഫേസ് ചെയ്യുന്ന വലിയൊരു ചലഞ്ച് MSP ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെയാണ്. ഇന്ത്യ ഇസ് ദ ലീഡിംഗ് എക്സ്പോർട്ടർ ഓഫ് സോയാബീൻ ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ സ്റ്റേറ്റിലേക്ക് എക്സ്പോർട്ടർ ആണ് ഇമ്പോർട്ടർ ആണെന്നൊക്കെ പലപ്പോഴും UPSCയുടെ PYQ സ്റ്റേറ്റ്മെന്റ്സിൽ വരുമ്പോൾ you should understand that USA is not importing soybean from India. It's one of the largest exporters. So soybean large ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം US ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. കാരണം ഇത് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡ് ഇസ് എ മേജർ എക്സ്പോർട്ടർ, നോട്ട് എൻ ഇമ്പോർട്ടർ. ബാക്കി സോയാബീൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, എന്ത് തരം പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. That's it. And moving on to the 8th question, here we go. 150th birth anniversary. ഇതൊരു ഇങ്ങനത്തെ ലോങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ PYQs അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ UPSC ഹാസ് എ ഹാബിറ്റ് ഓഫ് ആസ്കിങ് certain questions which are very big. So they have asked certain questions which are really big. അപ്പോൾ അത്തരം കഥ പോലെ വരുന്ന ചോദ്യങ്ങൾ, ഈ കഥയെല്ലാം ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു എന്നുള്ള ഒരു ഗസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ പ്രിപ്പയർ ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ആൻഡ് അഗെയിൻ അയാട്ട, നമ്മൾ എയർലൈൻസ് ഒക്കെ കാണുന്ന സമയത്ത് എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് വാട്ട് ഈസ് അയാട്ട എന്ന് പറയുമ്പോൾ. സോ ഇതിൽ 3 സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൺലി 1 ഓൺലി 2 പോലത്തെയാണ്. എവിടെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്? മോൺട്രിയൽ, കാനഡ. ആൻഡ് ഓൾ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫോർ ദിസ് ഇസ് കറക്റ്റ്. മോൺട്രിയൽ കാനഡയിൽ തന്നെയാണ് അയാട്ട എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓൾ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ് ആൻഡ് സേഫ്റ്റി റിക്വയർമെന്റ്സ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ്റെ എക്സ്ക്ലൂസീവ്ലി ബൈ അയാട്ട. ഇത് വേണമെങ്കിൽ ശരിയാവുമായിരുന്നു, പക്ഷേ അയാട്ട മാത്രമല്ല ഏവിയേഷൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ഓർത്ത് വെച്ചോളൂ. ആൻഡ് പട്ടേലിനെ കുറിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഇതിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഏക്ത നഗർ and all the details are given this. ഇതിൽ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് that is we have one more thing which is the International Civil Aviation Organization ICAO കൂടെ ചേർന്നിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അത് മാത്രം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പിന്നെ അയാട്ട ഹാസ് എൻ AGM, ഇത് കറക്റ്റാണ്. സോ ഇതിനകത്ത് 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സോ വിൽ ഗോ ഫോർ ഇതിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓൺലി 2 എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഇസ് ഓൾസോ ഫ്രം എ ക്വസ്റ്റ്യൻ ഫ്രം ഹിസ്റ്ററി. ലോകമാത അഹല്യബായി ഹോൾക്കർ. ലോകമാത എന്ന് വിളിക്കുന്ന ലോഡ് ഓഫ് ആർട്ടിക്കിൾസ് വെർ കമ്മിങ് റിഗാർഡിങ് ലോകമാത അഹല്യബായി ഹോൾക്കറിനെ കുറിച്ച് വരുന്നുണ്ട്. സോ മാൽവ കിങ്ഡത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ദ ഫിലോസഫർ ക്വീൻ ആണ്. മധ്യപ്രദേശ് became not only a capital but renowned textile, the Maheshwari sari. All these are correct points. She abolished the practice of parda throughout her kingdom and was the first Indian ruler to grant land rights. So ഇത് പൂർണ്ണമായും അബോളിഷ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. സോ the third statement is a wrong statement. That still existed. പർദ സിസ്റ്റം ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഇതേപോലത്തെ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് യു ഗെറ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ. യു ഗെറ്റ് എ ലോട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. ചോദ്യത്തിനകത്ത് ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് വരും. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ബേസിസിലായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുക. സോ ദിസ് ഇസ് ഇതിൽ ഒബ്വിയസ്ലി അത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. 1 and 2 തന്നെയാണ് കറക്റ്റ്. ആൻഡ് ഷീ വാസ് കോൾഡ് ആസ് ദ ഫിലോസഫർ ക്വീൻ ഓഫ് മാൽവ. ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ച്. ആൻഡ് ഷീ റിപ്പയർഡ് ആൻഡ് റെനോവേറ്റഡ് എ ലോട്ട് ഓഫ് ടെമ്പിൾസ്. ഇതെല്ലാം ഈ ഡീറ്റെയിൽസ് എല്ലാം വേണമെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ടൊക്കെ വേണമെങ്കിൽ എക്സാംസിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ അതാണ് ഇതിൻ്റെ ഉത്തരം. സോ വിമൻ വെൽഫെയർ ചെയ്തിരുന്നുവെങ്കിലും ഷീ ഡിഡ് നോട്ട് കംപ്ലീറ്റ്ലി അബോളിഷ് പർദ സിസ്റ്റം എന്ന് വേണം നമുക്ക് ഇതിനകത്തുനിന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്ക് എടുക്കാൻ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ലൈക്ലി ക്വസ്റ്റ്യൻ. UPSCയുടെ ഒരു സ്ഥിരം PYQ ഏരിയ ആണ്. പ്രത്യേകിച്ച് കൺട്രീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്സിൻ്റെ ബോർഡേഴ്സ് ഏറ്റവും ഓർത്തിരിക്കേണ്ടത് ഒരു സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചാൽ UPSCയുടെ പെർസ്പെക്റ്റീവിൽ നോർത്ത് ഈസ്റ്റിൻ്റെ സ്റ്റേറ്റും നോർത്ത് ഈസ്റ്റിൻ്റെ മാപ്പ് നല്ല ക്ലാരിറ്റി ആയിട്ട്. See, if I ask you a question randomly, Nagaland, Manipur, Meghalaya, Mizoram ഒക്കെ ബോർഡർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോഴും നോർത്ത് ഈസ്റ്റിൻ്റെ ബോർഡേഴ്സും നോർത്ത് ഈസ്റ്റിൻ്റെ മാപ്പും അത്ര അങ്ങോട്ട് ക്ലിയർ അല്ല. സോ ഇറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു ടു ഗോ ബാക്ക് ആൻഡ് പഠിച്ചു വരാമെന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. മിസോറാം ഷെയർസ് ഇന്റർനാഷണൽ ബോർഡർ മ്യാൻമാറും ബംഗ്ലാദേശ് ആയിട്ടുണ്ട്. അസാം ഇസ് ദി ഓൺലി ഇന്ത്യൻ സ്റ്റേറ്റ് ഷെയറിംഗ് എ ബോർഡർ വിത്ത് മിസോറാം. തെറ്റാണ്. അസോറാമും അസാമും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ
സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ളതെല്ലാം തെറ്റാണ്. സോ ഒബ്വിയസ്ലി 1 and 3 എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ബാക്കി അസാം എന്ന് പറയുന്നത് മിസോറാം എന്ന് പറയുന്നത് അസാം മാത്രമല്ല, യു ഹാവ് അസാം, മണിപ്പൂർ ആൻഡ് ത്രിപുര. ആൻഡ് ഈ ഒരു ഇൻഫർമേഷനും കൂടെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ കിട്ടണം, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരത്തില്ല. സോ ബാക്കി ഇഷ്യൂസ് എല്ലാം കറക്റ്റാണ്. സോ ഈ ക്വസ്റ്റ്യന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗെറ്റ് എ ക്യൂ ഫോർ ദി അതർ ക്വസ്റ്റ്യൻസ്. അടുത്തത് ഒരു കഥ പോലെ ചോദിച്ചിട്ടുണ്ട്, ഒരു ഫ്ലോറൽ ക്രോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ബദർവ എന്ന് പറയുന്ന കശ്മീരിലൊരു സിറ്റിയാണ്. അതിനെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നൊരു സിറ്റീനെ ഇപ്പോൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്രോപ്പാണ്, CSIR ഉൾപ്പെടുത്തിയിട്ടൊരു ക്രോപ്പാണ്. എന്ത് ക്രോപ്പാണ്? ഇറ്റ്സ് എ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടേക്ക് പോയിന്റ്. അത് ലാവെൻഡർ ആണ്. നിങ്ങൾ ഇതിനകത്ത് നമുക്ക് എടുക്കാം, നമുക്കൊരു കറക്റ്റ് മാർക്ക് എടുക്കാമെങ്കിൽ ടേക്ക് പോയിന്റ്സ് ഫോർ, ബിക്കോസ് ലാവെൻഡർ ആണ്. ലാവെൻഡർ കൃഷി ഒരുപാട് പോപ്പുലറൈസ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്റ്റാർട്ടപ്പ് റെവല്യൂഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലാവെൻഡർ വന്ന സ്ഥിതിക്ക് അടുത്ത പ്രാവശ്യം പരീക്ഷയ്ക്ക് എന്താണ് ലാവെൻഡർ എന്നും കൂടെ അറിഞ്ഞിരിക്കണ്ടേ. മെഡിറ്ററേനിയൻ റീജിയനിൽ എന്ത് തരം സംഭവമാണ്, ഇന്ത്യയിൽ എവിടെയാണ്, ക്യാഷ് ക്രോപ്പാണ്, ഏതൊക്കെ റീജിയൻസിലുണ്ട് എന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളോട് നിങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കിക്കോളൂ. ഓക്കെ, സോ ഇത്തരം ലെങ്തി ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം കഥകൾ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസും PYQയിൽ ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് വൈ വി ആർ ബിൽഡിംഗ് ഓൺ ദാറ്റ് ക്വസ്റ്റ്യൻസ്. ഇനി സ്റ്റേറ്റ്മെന്റ് 1, സ്റ്റേറ്റ്മെന്റ് 3 ക്വസ്റ്റ്യൻസ്. ഈ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രധാന പ്രശ്നം ആസ്പിറൻസിനെ സംബന്ധിച്ചോളം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ ലെങ്ത് തന്നെയാണ്. ലെങ്ത് ഇസ് എ വെരി വെരി പിവറ്റൽ ഫാക്ടർ. ഇത് ചെയ്യുമ്പോൾ തന്നെ യു ഗെറ്റ് റിയലി ബോർഡ്. നമുക്കിത് ചെയ്തു വരുമ്പോൾ തന്നെ നമുക്ക് ബോർ അടിക്കും. കാരണം ഇങ്ങനെ ഇത്രയും ലെങ്ത് വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒന്ന് ഇതിൻ്റെ ബോറിംഗ് സംഭവം ഇതിൻ്റെ ലെങ്ത്തും, രണ്ടാമത് ഓപ്ഷനാണ്. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 എക്സ്പ്ലെയിൻസ് 1, 3 എക്സ്പ്ലെയിൻസ് 1, 2 ഇസ് ദ റൈറ്റ് എക്സ്പ്ലനേഷൻ ഓഫ് 1 and 3 ഇസ് ഇൻകറക്റ്റ്. ഇത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിന് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ലെങ്ത്തും ഇതിൻ്റെ ഓപ്ഷൻസ് ആണ് ഇതിൻ്റെ വില്ലൻ എന്ന് പറയുന്നത്. ഇത്തരം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ ദി ഓപ്ഷൻസ് ആർ ദ വില്ലൻ. ഇവിടെ വളരെ ശ്രദ്ധിച്ച് പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി ഓപ്ഷൻസ് നല്ലവണ്ണം വായിച്ച് വൃത്തിയായി മനസ്സിലാക്കി വെക്കാനുള്ള എഫേർട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഇടണം. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. നിസാർ ഇസ് എ സാറ്റലൈറ്റ്. ഇസ്രോ നാസയും കൂടെ ചേർന്ന് L-ബാൻഡും S-ബാൻഡും ഉള്ള സിന്തറ്റിക് അപ്പർച്ചർ റഡാറൊക്കെ ഉള്ള സംഭവമാണ്. L-band and S-bar were both built by joining planet, but L-band contributes significantly. Only the L-band contributes significantly. ഇത് തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓൺലി L മാത്രമല്ല എസും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നിസാസ് മിഷൻ റെസ്ട്രിക്ട്സ് ഓപ്പൺ സോഴ്സ് ആക്സസ് ടു സയന്റിഫിക് ഡേറ്റ. ഓപ്പൺ സോഴ്സ് ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല, അത് ഓപ്പൺ ആണ്. പാർട്ട്ണറിങ് കൺട്രീസിന് വേണ്ടി മാത്രമല്ല ഇത് ഓപ്പൺ. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഓബ്വിയസ്ലി ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ 13th ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സ്റ്റേറ്റ്മെന്റും സ്റ്റേറ്റ്മെന്റ് 2D ആണ് നമുക്ക് ആൻസർ വന്നിട്ടുള്ളത്. നൈദർ സ്റ്റേറ്റ്മെന്റ് 2 ഓർ സ്റ്റേറ്റ്മെന്റ് 3 ഈസ് കറക്റ്റ്. അതാണ് ഇതിനകത്ത് ഏറ്റവും 2ഉം 3ഉം തെറ്റാണെന്നുള്ള രീതിയിലാണ് ഓപ്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് അറിയാം എന്നുള്ളത് കൊണ്ടല്ല, ഓപ്ഷൻ ചെക്ക് ചെയ്ത് വേണം ഇതിൽ ആൻസറിലേക്ക് എത്താൻ. സോ ഓപ്ഷൻ വായിക്കണം, ശ്രദ്ധിച്ച് വായിക്കണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കളയരുത്. ഇറ്റ് ലുക്സ് ലെങ്തി, ബട്ട് UPSC സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആർ വെരി സിമ്പിൾ. ഒന്ന് വായിച്ചാൽ കിട്ടാവുന്ന ഒരു മാർക്കാണ്. പക്ഷേ ലോഡ് ഓഫ് ആസ്പിറൻസ്, സീരിയസ് അല്ലാത്ത ആസ്പിറൻസ് ഇതിൻ്റെ ലെങ്ത് കാരണം ഇട്ടിട്ട് പോവുകയാണ്. അത് വേണ്ട, നല്ലവണ്ണം നമുക്ക് ചെയ്യാൻ പറ്റുമത്. ഓക്കെ, ഗെറ്റിംഗ് ബാക്ക് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 15th റാംസാർ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്. ഈ റാംസാർ കോൺഫറൻസ് നടന്നിരുന്നു. ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ജനീവ. സോ ജനീവയിലല്ല ഇത് നടന്നത്, ഇത് വളരെ പോപ്പുലർ ആണ്. ജനീവയിൽ ഇത് അങ്ങനെ ചോദിക്കാൻ കാരണം ഈ സ്ഥലം ഇതിൻ്റെ പ്രധാനപ്പെട്ട, ഇതിൽ നിസാറിനെ കുറിച്ച് ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അത് നിങ്ങൾ ഓടിച്ച് വായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ PYQ ആണ്. ഒരു സംഭവം ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് വൈ ഇറ്റ് ഇസ് യൂസ്ഡ് എന്നുള്ളത് UPSC PYQ സ്റ്റൈലാണ്. സോ ഇപ്രാവശ്യം വിക്ടോറിയ ഫാൾസിലാണ്, ജനീവയിലല്ല, വിക്ടോറിയ ഫാൾസിലാണ് അത് ഈ അടുത്ത് പ്രോഗ്രാം നടന്നത്. ബാക്കി 2 and 3 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെന്റ് 1 ഇസ് റോങ്. ബാക്കി ഇപ്പോൾ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, മിഷൻ ലൈഫ് എന്ന് പറഞ്ഞൊരു സംഭവം, ഈ സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മിഷൻ ലൈഫ് എന്ന് പറയുന്ന, യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട് എക്സാക്ട്ലി ഈസ് മിഷൻ ലൈഫ്. ഇതെന്താണ് ഈ മിഷൻ ലൈഫ് എന്നുള്ളതും കൂടെ ഹാവ് എ ക്ലാരിറ്റി ഓൺ ദാറ്റ്. പിന്നെ ഇതിനകത്ത് റാംസർ കൺവെൻഷൻസിനകത്ത് ഈ മിഷൻ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മിഷൻ ലൈഫ് കണ്ടോ, എന്താണ് 2021 എന്താണ് കൊണ്ടുവരാൻ നോക്കുന്നത്, പിന്നെ എന്താണ് റാംസാർ സൈറ്റ്സ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, ഇന്ത്യയുടെ ആക്ഷൻസ് ഒക്കെ ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് കീ ചെയ്തിരിക്കുന്നത്. സോ ചെക്ക് ഇറ്റ് ഔട്ട്. സോ 15th ക്വസ്റ്റ്യൻ അതായിരുന്നു. ആൻഡ് എഗെയിൻ ഈ കൺട്രീസ് ആൻഡ് ബോർഡേഴ്സ് ചോദിക്കാനും എഗെയിൻ ഇറ്റ് ഇസ് ഇൻസ്പയർഡ് ഫ്രം PYQ. UPSCയുടെ PYQ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് വെനിസുല is apparently a country that is in the news, so that makes it our business to go back and learn it. ബ്രസീൽ
ഉറപ്പായിട്ടും വെനിസുല, കൊളംബിയ, ഗയനയുണ്ട്. അർജന്റീനയും പനാമയും ഇതിൻ്റെ മാപ്പിൽ ഇല്ല. സോ ABC ഓൺലി എന്ന് പറയുന്ന ഓപ്ഷനാണ്, ബിക്കോസ് അത് ഇതിനകത്തില്ല. കൊളംബിയ, ബ്രസീൽ, ഗയന മാത്രമേ ഉള്ളൂ, മറ്റ് സ്ഥലങ്ങളില്ല. മറ്റ് പ്രധാന കാരിബിയൻ നേഷൻസ് ആയിട്ട് മാരിടൈം ബൗണ്ടറീസ് ഉണ്ട് കേട്ടോ, ട്രിനിഡാഡ്, ഗ്രനഡ. ഈ ഒരു ലിസ്റ്റും കൂടെ ഒന്ന് ഓടിച്ചു വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, സോ ഗെറ്റ് ദിസ് കറക്റ്റ്. ആൻഡ് അടുത്ത ചോദ്യം ഡ്രോൺസിനെ കുറിച്ചിട്ടാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം UPSC 2025 UAVs കുറിച്ച്, ഡ്രോൺസിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പലതരം ഡ്രോൺസ് വരുമ്പോൾ ഹെറോൺ, ബ്ലാക്ക് ഹോർനെറ്റ്, നേത്ര എന്നൊക്കെ പറയുമ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും സ്പെക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇതിൽ ബ്ലാക്ക് ഹോർനെറ്റ് ഇസ് എ ബാറ്റിൽ ഫീൽഡ് റെക്കോഗ്നൈസൻസ്. ഇത് തെറ്റാണ്. അതൊരു ചെറിയൊരു ഡ്രോണാണ്. ബ്ലാക്ക് ഹോർനെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്മോൾ തിങ്. ഇതിൽ ഓരോന്നും അതിന് ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട്. അതൊരു മൈക്രോ സർവൈലൻസ് ആണ്, ചെറിയൊരു സംഭവമാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് അതറിയാമെങ്കിൽ യു കുഡ് ഹാവ് എലിമിനേറ്റഡ് ആൻഡ് ഗോട്ട് ദി ആൻസർ. 1 and 3 എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് അറൈവ് ചെയ്യാമായിരുന്നു. പക്ഷെ അത് ഐ വുഡ് മാർക്ക് ഇറ്റ് ആസ് എ ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ. അത് നിങ്ങൾക്ക് ഡ്രോൺസിൻ്റെ ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടി തന്നെയാണ്, ഈ ടേബിൾ കിട്ടാൻ വേണ്ടി തന്നെ ഞാനത് അങ്ങനെ ഒരു ക്വസ്റ്റൻ ഉണ്ടാക്കിയത്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇന്ത്യസ് ഫസ്റ്റ് വേസ്റ്റ് റീസൈക്ലിംഗ് എക്കോ പാർക്ക്. ഇത്തരം സാധനങ്ങളൊക്കെ ടിപ്പിക്കൽ UPSC ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. കണ്ടിട്ടുണ്ടോ? ഇറ്റ് ഇസ് ഡെവലപ്പ് ഇൻ തമിഴ്നാടു. സോ അത് തന്നെ തെറ്റാണ്. ഇറ്റ് ഇസ് ഇൻ ഡൽഹി. ആൻഡ് പലപ്പോഴും ചില ക്വസ്റ്റ്യൻസിൻ്റെ PYQ നോക്കിക്കഴിഞ്ഞാൽ കാണും ഇതിൻ്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി 1 ലക്ഷം മെട്രിക് ടൺ ആണ് ആനുവലി എന്നൊക്കെ പറയുന്നത്. ഇതും തെറ്റാണ്. സോ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. 17th ക്വസ്റ്റ്യൻ നോക്കിക്കഴിയുമ്പോൾ നൈദർ 1 or 2 ആണ്. കാരണം ഇതൊന്ന് ഹൊളാംബി കലൻ എന്ന് പറയുന്ന സ്ഥലമാണ് ഡൽഹിയിൽ. ആൻഡ് മെട്രിക് ടൺ എന്ന് പറയുന്നത് വെറും 50,000 അടുപ്പിച്ചെങ്ങാണ്ടേ ഉള്ളൂ. 1 lakh മെട്രിക് ടൺസ് ഒന്നും റീസൈക്കിൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇത്തരം സ്റ്റാറ്റിസ്റ്റിക്സുകളും പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഗോ ആൻഡ് റിമെമ്പർ ഓൾ ദിസ്. ബട്ട് എന്നാലും ഇൻസ്പൈറ്റ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്, വിൽ ട്രൈ ടു ഒരു ലോജിക്കൽ ഗെസ് ഉണ്ടാക്കാൻ പറ്റിയ നല്ലതാണ് എന്നുള്ളത് ഓർത്താൽ മതി. ആൻഡ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പേപ്പറിലൊക്കെ വരുന്ന ഒരു സംഭവമാണ്. പ്രൈമറി അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഏരിയ UPSCയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടൊരു ഏരിയ ആണ്. നിങ്ങൾ PYQ നല്ലോണം ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗെറ്റ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. എന്താണ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, PSCS? ഇതൊരു ഗ്രാസ് റൂട്ട് ആണ്, രജിസ്റ്റർഡ് അണ്ടർ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ആക്ട്, പ്രൈമറി സർവിംഗ് ആൻഡ് മാർജിനൽ ഫാമേഴ്സ്. It provides short-term and medium-term loans and also supplied input, seeds, fertilizers, correct? It operates independently of state cooperative and district central cooperatives bank and do not. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അങ്ങനെ ഇൻഡിപെൻഡൻ്റ്ലി അല്ല, അതിനും ഒരു 3-tier സിസ്റ്റം ഉണ്ട്. ആൻഡ് ഇതിന് റീഫിനാൻസ് ഉണ്ട്. നബാർഡിൻ്റെ കയ്യിൽ നിന്ന് റീഫിനാൻസ് കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കറക്റ്റാണ്. ഇത് ഓപ്പറേറ്റീവ് അല്ല. 3-tier ഉണ്ട്, വില്ലേജ് ലെവലിലുണ്ട്, ഡിസ്ട്രിക്ട് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ട്, നബാർഡിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് റീഫിനാൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള PSC ഇതിനെക്കുറിച്ചിട്ടുള്ള പാക്സ് എന്ന് പറയുന്ന സംഭവം ബാക്കിയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് ഓൾസോ റിഗാർഡിംഗ് ഫ്രം അഗ്രികൾച്ചർ തന്നെയാണ്. എന്താണ് AIF? ഇതും മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. സോ ഡിഫറെൻറ്റ് ഡയമെൻഷനാണ്. ഇതൊരു ഫിനാൻഷ്യൽ ഫെസിലിറ്റിയാണ്, ലോഞ്ച് ബൈ ദ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് മിനിസ്ട്രി. അപ്പോൾ ഒരു സംഭവമാണ്, ഏത് മിനിസ്ട്രി ആണെന്ന് അറിയണം. അണ്ടർ ദ സ്കീം ലോൺ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഓഫ് 3%, 2 crore 7 years. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് UPSC ഇത്തരം സ്റ്റാറ്റ്സ് ഓപ്ഷനിൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഏകദേശം ഒരു ക്ലാരിറ്റി. കഴിഞ്ഞ പ്രാവശ്യം 2025 ക്വസ്റ്റനിൽ ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷനെ കുറിച്ചിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. 41% എന്നോ 42 അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റൻ കണ്ട പോലെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവം നമുക്ക് കിട്ടണം. സോ ബോത്ത് 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. രണ്ടും മീഡിയം ടേം ഇതിനു വേണ്ടിയാണ്. കോർപ്പസ് 1 ലക്ഷം ഉണ്ട്. ഇൻട്രസ്റ്റ് സ്കീം അതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ബാക്കി യു ഹാവ് ടു റീഡ് അബൌട്ട് ഓൾ ദി അതർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ്. ഓക്കെ, അടുത്തതും ഒബ്വിയസ്ലി കറണ്ട് അഫയർ തന്നെയാണ്. ബുദ്ധ സേക്രഡ് റെലിക്സ്, ബുദ്ധിസ്റ്റ് മോണുമെൻറ്റ്സ് ആയിട്ടുള്ള തന താം മോണസ്ട്രി, ബാദൻ, ക്വാങ്സു പഗോഡ, താംചുക് പഗോഡ, ഇതെല്ലാം എവിടെയാണ്, ഏത് രാജ്യത്തിലാണ് എന്ന ചോദ്യത്തിന് ഈ അടുത്ത് ബുദ്ധിസ്റ്റ് റെലിക്സ് അവിടെ കൊണ്ടുപോയിരുന്നത്. ഇറ്റ്സ് ആക്ച്വലി എവിടെയാണ് എന്ന ചോദ്യം വിയറ്റ്നാം ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. സോ വിയറ്റ്നാം, നമുക്കിതിനകത്ത് വിയറ്റ്നാം മാർക്ക് ചെയ്യാം. സോ ബുദ്ധനായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി. അതുകൊണ്ടാണ് ആ ചോദ്യം അവിടെ ചോദിച്ചത്. നെക്സ്റ്റ് വൺ ഇസ് റിഗാർഡിംഗ് ഇന്ത്യ ജപ്പാൻ മാരിടൈം കോർപ്പറേഷൻ. ഇന്ത്യ ജപ്പാൻ റിലേഷൻ ഒരു ക്വസ്റ്റ്യൻ ഫ്രം IR ലെവലിൽ ബേസ് ചെയ്തതാണ്. ഇന്ത്യൻ ജപ്പാനും സ്മാർട്ട് ഐലൻഡ്സ് ഉണ്ടാക്കുകയാണ് അന്തമാൻ നിക്കോബർ ലക്ഷദ്വീപിൽ. കറക്റ്റാണ്. ജപ്പാൻ ഹാസ് ബീൻ ഇൻവൈറ്റഡ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യസ് മാരിടൈം മ്യൂസിയം. ഗുജറാത്തിലേക്കുള്ള മ്യൂസിയത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്.
അത് കറക്റ്റായിട്ട് നമുക്ക് വായിച്ച രണ്ടും കറക്റ്റായിട്ട് ഇൻഡോ ജാപ്പനീസിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ആസ്പെക്ട്സ് കൂടെ ഞാൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഷിപ്പ് ബിൽഡിങ്, മാരിടൈം വിഷൻ, അമൃത്കാൽ എല്ലാം ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇസ് ഭാരത് ജെൻ. നമ്മുടെ AI കുറിച്ചാണ് ചോദ്യം, അതുകൊണ്ട് തന്നെ അത് വളരെ റെലവെൻ്റ് ആണ്. നാഷണൽ മിഷൻ ഓൺ ഇന്റർ ഡിസിപ്ലിനറി സൈബർ ഫിസിക്കൽ സിസ്റ്റം, NMICPS, ടെക്സ്റ്റ്, സ്പീച്ച്, ഇമേജ്, ഇതൊക്കെ ഓരോ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. 22 ഇന്ത്യൻ ലാംഗ്വേജസിലേക്ക് പോയിട്ടുണ്ട്, കറക്റ്റാണ്. പ്രൈമറിലി യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഇംഗ്ലീഷ് ഫോർ ഗ്ലോബൽ ഡിപ്ലോയ്മെന്റ് അണ്ടർ ഇന്ത്യസ് ടെക്കേഡ് സ്ട്രാറ്റജി. ഇംഗ്ലീഷിന് വേണ്ടി അല്ലല്ലോ, റീജിയണൽ ലാംഗ്വേജസിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് തെറ്റാണ്. ഇത് ഇംഗ്ലീഷ് വളർത്താൻ വേണ്ടി കൊണ്ടുവന്ന AI അല്ല അത്. സോ അത് തന്നെയാണ്, വൺ ഓൺലി ആണ് ഇതിൻ്റെ ആൻസർ. സോ എന്താണ് ഭാരത് ജൻ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഇറ്റ് വാസ് നോട്ട് ക്രിയേറ്റഡ്. ഇറ്റ്സ് ഫോക്കസ് ഓൺ ഡീപ്ലി ഇന്ത്യൻ വാല്യൂസ് ആൻഡ് ഇന്ത്യൻ മോഡൽസ് ആണ്, നോട്ട് പ്രൈമറിലി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം തെറ്റാണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. അത് കറക്റ്റായിട്ട് നമുക്കത് കിട്ടി. പിന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ഡിറക്റ്റ് ക്വസ്റ്റ്യൻസ്, വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ UPSC ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇതും പേപ്പറിൽ നിന്നും PIB എന്നൊക്കെ വന്നത് തന്നെയാണ്. It's called Nuvogituk Greenstone Belt in Canada was recently seen in the news. ഇത് വേറൊന്നുമല്ല, ഗോൾഡ് മൈൻ ഡിസ്കവറി ഒന്നുമല്ല. ഇറ്റ് ഈസ് പ്രോബബ്ലി ദ ഓൾഡസ്റ്റ് നോൺ റോക്സ് ഓൺ എർത്ത്. ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമേറിയ റോക്കുകളാണ് ഇവിടെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. സോ അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത് എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്, മീ എന്ന് പറയുന്ന MEE. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ UPSCയുടെ ഒരു ടിപ്പിക്കൽ സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷൻ, MEE എന്ന് പറയുന്ന, എന്താണ് ഈ മീ എന്ന് പറയുന്നത്? അതിൻ്റെ റിപ്പോർട്ടാണ്. കേരള വാസ് ദ ടോപ്പ് പെർഫോമിംഗ് സ്റ്റേറ്റ് റിസീവിംഗ് വെരി ഗുഡ് റേറ്റിംഗ്. കറക്റ്റാണ്. ചണ്ഡീഗഡ് എന്ന യൂണിയൻ ടെറിട്ടറീസ് ടോപ്പ്. ചണ്ഡീഗഡും ബെസ്റ്റാണ്. കേരളത്തിനെക്കാട്ടും കൂടുതൽ സ്കോർ ചണ്ഡീഗഡിനാണ് ഇതിനകത്തുള്ളത്. എരവികുളം നാഷണൽ പാർക്ക് ഇൻ കേരള ഹാസ് സ്കോർഡ് മോർ ദൻ 92%, വിച്ച് ഇസ് എ വെരി കമൻഡബിൾ തിങ്. അവിടെ നോൺ ഫോർ നീലഗിരി താർ, നീലക്കുറിങ്ങി, ഇതെല്ലാം കറക്റ്റാണ്. സോ ഇതിൽ 24 നോക്കുന്ന സമയത്ത് യു ക്യാൻ ആക്ച്വലി ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. സോ യു വിൽ ഗെറ്റ് ദി ആൻസർ 1, 2, 3. എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇതിനകത്ത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. ഇതിൽ ഓർക്കേണ്ടത് മീ എന്ന് പറയുന്ന സംഭവമാണ് നമ്മളിവിടെ സ്ട്രെസ് കൊടുക്കേണ്ടത്. സോ ഗോയിങ് ഓൺ ടു ദ 2025 യുണൈറ്റഡ് നേഷൻസ് ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്, ബെലം, ബ്രസീലിൽ നടന്നത്. അസേർഷൻ റീസണിങ് ടൈപ്പാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും പണ്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് അസേർഷൻ റീസണിങ് ടൈപ്പിലേക്ക് ഇതിനെ മാറ്റിയത്. ഇവിടെ നോക്കിയാൽ മതി. അസേർഷൻ, ഹൈ അക്കോമഡേഷൻ കോസ്റ്റ് ഇൻ ഡെലിഗേറ്റ്സ് ഫ്രം ഡെവലപ്പിംഗ് കൺട്രീസ്, ബെഡ് കപ്പാസിറ്റി. ഇവിടെ UN പറ്റിയെന്ന് വെച്ചാൽ ഇവിടെ 18,000 കപ്പാസിറ്റി ബെഡുകളേ ഉള്ളൂ. പക്ഷേ UN മീറ്റിംഗ് വെച്ചപ്പോൾ 45,000 ആൾക്കാരോളം വരാനുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് താമസിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഹോട്ടലിനൊക്കെ റൂമിൻ്റെ വില കൂടി. ഇവർക്ക് അപ്രൂവ് ചെയ്തിട്ടുള്ള റേറ്റ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് A ആർ ട്രൂ, ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഏകദേശം വിലയൊക്കെ അവർക്ക് ആകെ 149 ഡെയിലി അലവൻസേ ഉള്ളൂ. പക്ഷേ 700 പെർ നൈറ്റാണ് റൂംസ് ഒക്കെ ചാർജ് ചെയ്തത്. സോ ബോത്ത് A ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. കറക്റ്റാണ്. So that's it. And Great Indian Bustard Population, GIB. ഇത് UPSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പോപ്പുലർ ഏരിയ ഫോർ ദി UPSC. നമുക്കത് ശ്രദ്ധിച്ചു നോക്കാം. ഹാബിറ്റാറ്റ് ലോസ് പ്രശ്നമാണ്. ത്രെറ്റ്, കൊല്ലിഷൻ വിത്ത് പവർ ട്രാൻസ്മിഷൻ ലൈൻ, ഇതെല്ലാം PYQ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയത്. ഇൻവേസീവ് സ്പീഷി പ്രൊഡക്ഷൻ ഉണ്ട്, എല്ലാം. സോ ഓൾ ഓഫ് ദി അബവ് എല്ലാം ശരിയായിട്ടുള്ള ഉത്തരങ്ങളാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉത്തരം. പിന്നെ അടുത്തത് ഒരു ചെറിയ ഒരു ഇതുപോലെയാണ്. കർലജാർ എന്ന് പറയുന്ന ഒരു വില്ലേജ്, കമ്മ്യൂണിറ്റി ലെഡ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ പോപ്പുലറാണ്. പ്രത്യേകിച്ച് CFBR, കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റൈസ്, ഇതിനൊക്കെ ചെയ്യുന്ന ഒരു FRA ഒക്കെ നോക്കി ചെയ്യുന്ന ഛത്തീസ്ഗഡ് ആണ് ആൻസർ. B എന്ന് പറയുന്ന ഛത്തീസ്ഗഡ് ആണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. സോ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റേർഡിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളും ഓർത്ത് വെച്ചോളൂ. അതിൻ്റെ ബാക്കി പ്രധാന ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, ഈ കർലജാർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്, ഇത് മെയിൻസിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം കൂടാണ്. സോ യൂസ് ദാറ്റ് അക്കോർഡിംഗ്ലി. ആൻഡ് ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ലെങ്തി ആയിരിക്കാം, പക്ഷേ എന്നാലും നമുക്കത് കറക്റ്റായിട്ട് ഓടിച്ചെത്താം. മാജിക് ഇസ് എ ലബോറട്ടറി ടെക്നിക് ദാറ്റ് ഐസൊലേറ്റ്സ് ടാർഗറ്റ് സച്ച് ആസ് സെൽസ്, മിനറൽസ് ഫ്രം മിക്സഡ് സാമ്പിൾ യൂസിങ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്. ഇപ്പോൾ മാജിക് എന്ന് പറയുന്ന മാഗ്നറ്റിക്, ഒരു മിക്സറിനകത്ത് നിന്ന് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ള സംഭവത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ്. ബയോമെഡിക്കൽ റിസർച്ചിന്, എൻവയോൺമെന്റൽ, ഇതിനൊക്കെ വളരെ ഉപയോഗിക്കുന്നതാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 and 2 is correct. The main limitation of magic is that it cannot be applied to non-magnetic suitable for industrial concentration. It is limitation. അപ്പോൾ ചോദ്യം ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് ചോദ്യത്തിനെക്കാട്ടും കൂടുതൽ ഓപ്ഷൻ ശ്രദ്ധിക്കുക. 1 and 2 are correct. Both of them explains. 1 and 2 statements are correct and
1 and 2 and 3 are correct. The main limitation of magic is that it can only be applied. കണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. only എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. നോൺ മാഗ്നറ്റിക്കും ഇത് മാഗ്നറ്റിക് അല്ലേ, കൂടുതൽ അങ്ങനെ വരണം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 3 എന്ന് പറയുന്നത് അവിടെ തെറ്റാ. സോ ഇതിനകത്ത് ഏറ്റവും മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 are correct. It explains the utility of magic എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മാജിക് എന്ന് പറയുന്ന എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കുക. എങ്ങനെയാണ് കണ്ടോ, ചെറിയ സ്റ്റേറ്റ്മെന്റ്സിൽ ചെറിയ സെക്ഷൻ ആയിരിക്കും. സോ നല്ല ഇൻസ്റ്റിങ്സും പ്രസൻസ് ഓഫ് മൈൻഡും ബിൽഡ് ചെയ്താൽ മാത്രമേ നമുക്കിത് നല്ല രീതിയിൽ നമുക്കിത് മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഗെറ്റ് ദിസ് റൈറ്റ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ICDRI, International Conference on Disaster Resilient Infrastructure, 2025, co-hosted by Government of France, was held for the first time in Europe. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വാട്ട് ഈസ് ദ തീം, വാട്ട് വാസ് പ്രയോറിറ്റീസ് ഹൈലൈറ്റഡ്, എന്താണ് ഇതിനകത്ത് വന്ന പ്രധാനപ്പെട്ട സംഭവം? കോസ്റ്റ് ലൈൻ റെസിലിയൻസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സിറ്റ്സ് എന്ന് പറയുന്ന സ്മോൾ ഐലൻഡ് ഡെവലപ്മെൻറ്റ്, ഡിസാസ്റ്റർ ഇന്നോവേഷൻ, ഡിസാസ്റ്റർ റെസിലിയൻ ഫിനാൻസ്. സോ ഇതിനകത്ത് എല്ലാം കറക്റ്റാണ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും. സോ ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ICDRI, ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഡിസാസ്റ്റർ റെസിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ. ICDRI എന്ന് പറയുന്നത് എന്താണ്, അത് എന്ത് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമാണ്? CDRI എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് CDRI? ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുത്ത് ഇതൊക്കെ പഠിക്കണം, എന്താണെന്നുള്ളതും കൂടെ നമുക്ക് അവിടെ ഒരു ക്ലാരിറ്റി കിട്ടാം. ആൻഡ് നെക്സ്റ്റ് ഇസ് ദി ഫേമസ് ദി ഹർഗീല ആർമി വാസ് അഡാപ്റ്റഡ് ഇൻ എന്താണ് ഈ ഹർഗീല ആർമി എന്ന് പറയുന്നത്? 2025 ബേർഡ് സാങ്ച്വറിയിൽ ഇറ്റ്സ് നോൺ ആസ്, ഇത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചാൽ വിൽ ഗോ വിത്ത് കംബോഡിയ. ഒരു വിമൻ ലെഡ് പ്രോഗ്രാമാണ് ഹർഗീല ആർമി എന്ന് പറയുന്നത്, കംബോഡിയാണ്. ഇതിൽ പ്രധാനപ്പെട്ട ആളുടെ പേര് നമ്മൾ നോക്കി വെക്കേണ്ടത് UNEPയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണിത്. സോ ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദിസ്. പൂർണിമ ദേവി ബർമൻ എന്ന് പറയുന്ന പേര് ഓർത്ത് വെക്കണം. ഹർഗീല ആർമിയുടെ UNEP ചാമ്പ്യൻസ് ഓഫ് എർത്ത് ആണ്. സോ നോ അബൌട്ട് പൂർണിമ ദേവി ബർമൻ എന്ന് പറയുന്ന ഒരാളുടെ കോൺട്രിബ്യൂഷനും കൂടെ ഇവിടെ ഉണ്ട്. അടുത്തത് ടു ദ UN റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ UN റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ എപ്പോഴും നമ്മൾ വിചാരിക്കാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓഫ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിൽ ഹൈ ലെവൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഇസ്രയേലി പാലസ്റ്റീനിയൻ കോൺഫ്ലിക്റ്റ് ആണ് ചോദ്യം. The conference resulted in the New York Declaration, proposing a phase plan for independent demilitarized Palestinian Authority വരാൻ പോകുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. That statement is correct. Declaration was unanimously supported by Israel and United States and all Arab nations. ഒരിക്കലും യുനാനിമസ് ആയിട്ട് ഇസ്രായേൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. സോ 2 ഉള്ളതെല്ലാം തെറ്റാ. ഒബ്വിയസ്ലി 1 and 3 is the right answer. തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ്. ഇസ്രായേൽ ഒരിക്കലും യുനാനിമസ്ലി അത്ര പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. സോ ദാറ്റ് ഈസ് ദ 1 and 3 എന്ന് പറയുന്ന ഉത്തരമാണ്. ന്യൂയോർക്ക് ഡിക്ലറേഷൻ ഒക്കെ കറക്റ്റാണ്. ഇറ്റ് ഈസ് ഇൻകറക്റ്റ് ആസ് US-ഉം ഇസ്രായേലും അത് ബോയ്ക്കൗട്ട് ചെയ്യാണ് ചെയ്തത് UN-ന്റെ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, അഗെയിൻ ഫ്രം കറണ്ട് അഫയേഴ്സ്, വളരെ പോപ്പുലർ ആയിട്ട് വാർത്തയിൽ നിന്നതാണ്. എന്താണ് INS അർണാല? It's named after a place. It is India's first indigenously built anti-submarine warfare shallow watercraft. Correct statement. ഇത് തന്നെയാണ് വായിച്ചിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാം. It is powered by nuclear propulsion system and equipped with ballistic missile capacity. ഇത് തെറ്റാണ്. ഒന്നത് ന്യൂക്ലിയറും അല്ല, അതിന് ബാലിസ്റ്റിക് മിസൈൽ കപ്പാസിറ്റീസിനെ കുറിച്ച് പറയുന്നുമില്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. അർണാല എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചോളൂ. സീരിയൽ അർണാല ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? സോ ഇത് തെറ്റായ ഉത്തരമാണ്. ഇത് ഇറ്റ് ഈസ് നോട്ട് പവേർഡ് ബൈ ന്യൂക്ലിയർ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് റോങ്. 30 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഏകദേശം ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാൻ മതി. പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് വളരെയധികം ശ്രദ്ധിച്ച് ഇതിൻ്റെ ഒരു ലേണിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് വഴി നമുക്ക് ഇന്റർനെറ്റ് കിട്ടുന്ന എലോൺ മസ്കിന്റെ കമ്പനിയാണ്. ഓൾ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ്സ് ആർ പ്ലേസ്ഡ് ഇൻ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്സ്. ഇത്തരം ക്വസ്റ്റ്യൻസ് സാറ്റലൈറ്റ്സിന്റെ വരുമ്പോൾ ഇതെവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് PYQ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ അത് എടുത്തു പറയാൻ പറ്റുന്നത് ഇത് ലിയോ ആണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിലല്ല, ലോ എർത്ത് ഓർബിറ്റിലാണ് ഇത് കിടക്കുന്നത്. ഹൈ സ്പീഡ് ഇത് കറക്റ്റാണ്. കറൻ്റ്ലി അവൈലബിൾ മോർ ദാൻ 70 countries, സപ്പോർട്ട് മാരിടൈം എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അത് ജിയോ സ്റ്റേഷനറി ലിമിറ്റിൽ ഓർബിറ്റിലല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട ആകെ ഉള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി പ്ലേസ്ഡ് ഇൻ ദ ലോ എർത്ത് ഓർബിറ്റ്, നോട്ട് ഇൻ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്. ബാക്കി കാര്യങ്ങളെല്ലാം വായിച്ച് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ്. So that's it. And moving on to the next question, 34.
ഇതും വളരെയധികം ന്യൂസിൽ വന്നതാണ്. VTR പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഭവമാണ്. വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. എന്താണ് ഈ വോട്ടർ ടേൺ ഔട്ട്? ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. 4 ഓപ്ഷൻ ഉണ്ട്. എല്ലാം വളരെ സിമിലർ ആയിട്ടുണ്ട്. പോളിംഗ് ഒഫീഷ്യൽസ് ആഫ്റ്റർ പോൾസിന് ശേഷം മൊബൈൽ റിയൽ ടൈം കോൺസ്റ്റിറ്റ്യുവൻസി വൈസ് ഡേറ്റ കിട്ടുന്നതാണ് ഇതിൽ പറയുന്നത്. ഫിനാൻഷ്യൽ ടേൺ ഔട്ട് ഓഫ് ദ സർട്ടിഫിക്കേഷൻ, ഇത് തെറ്റാണ്. പബ്ലിക് ഇൻഫർമേഷൻ പോർട്ടൽ അവൈലബിൾ ഓൺലി ഇത് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്, വർക്ക്ഔട്ട് ആവില്ല. സോ ദ റൈറ്റ് ആൻസർ ഇസ് ബി. ഇലക്ഷൻ്റെ സമയത്ത് 2 മണിക്കൂർ കൂടുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ അപ്ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇലക്ഷൻ്റെ ഡേറ്റ, കോൺസ്റ്റിറ്റ്യുവൻസി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് കിട്ടുന്നത്. നോക്കിയാൽ മതി. എവറി 2 hours കണ്ടോ, എവറി 2 hours ഡയറക്റ്റ്ലി ഇത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. സോ കുറച്ചുകൂടെ റിയൽ ടൈം അപ്ഡേറ്റ്സ് കിട്ടും ഇലക്ഷൻ്റെ ഡീറ്റെയിൽസിനൊക്കെ. അതാണ് VTR എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അഗെയിൻ ഫ്രം ദ കറണ്ട് അഫയേഴ്സ് ദർ ഇസ് സംതിങ് കോൾഡ് ഇംഗ ഹൈഡ്രോ പവർ പ്രൊജക്ട്. സോ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ് ഇംഗ ഹൈഡ്രോ പവർ പ്രൊജക്ട് എന്ന് പറയുന്നത്? ഇറ്റ്സ് റൺ ഓഫ് ദ റിവർ ഹൈഡ്രോ ഫെസിലിറ്റി, ലിംപോപ്പോ സൗത്ത് ആഫ്രിക്ക അല്ല. ഇറ്റ്സ് എ ഹൈഡ്രോ ഇൻ ദ ബേസിസ് ഓഫ് കോങ്കോ റിവറിലാണ്. ഇത് കറക്റ്റാണ്. ഇൻക്ലൂഡിങ് ഇംഗ 2, ഇതാണ് കറക്റ്റ് ഉത്തരം. ടൈഡൽ അറ്റ്ലാന്റിക് ഓഷനിലല്ല. ജിയോതേർമൽ ഇൻ ദ ഗ്രേറ്റ് റിഫ്റ്റ് വാലി, ഇതൊന്നുമല്ല. ഇതിൻ്റെ ഉത്തരം ഇംഗ എന്ന് പറയുന്നത് കോങ്കോയിലുള്ളത് തന്നെയാണ്. സോ ഗെറ്റ് ദിസ് കറക്റ്റ്. അത് കോങ്കോയിലുള്ള ഒരു ഹൈഡ്രോ പവർ പ്ലാന്റ് തന്നെയാണ് ഇത്. സോ ന്യൂസിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൊക്കോട്ര ഐലൻഡ്. ഐ ഹോപ്പ് യു ആർ ലൈക്കിംഗ് ദ ക്വസ്റ്റ്യൻ. UPSCയുടെ ഒരു മിക്സ് കൊണ്ടുവരാൻ നല്ലോണം ശ്രമിച്ചിട്ടുണ്ട് ഞാൻ. സോ ഇനിയും അടുത്തതിലും നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഇസ് ടു ഗിവ് യു ദി എക്സാക്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പരീക്ഷ ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ഗുണം ഇതിന്ന് ക്വസ്റ്റ്യൻ UPSCക്ക് ചോദിക്കില്ല എന്നുള്ളതല്ല. നമ്മുടെ പ്രാക്ടീസ് ലെവൽ എന്താ, വളരെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, കെയർലെസ് സില്ലി മിസ്റ്റേക്സ് ഒക്കെ ഒഴിവാക്കുക, അതൊക്കെ ടെസ്റ്റ് ചെയ്യണം ഇവിടെ. സൊക്കോട്ര ഇസ് എ യുണീക്ക് UNESCO World Heritage Site known for this, including dragons, blood tree and endemic species found elsewhere. ഇത് കറക്റ്റാണ്. സൊക്കോട്ര ഇങ്ങനൊരു സംഭവമാണ്. The island is a territory of Oman and faces major threats from mining. ഒമാൻ എന്നുള്ളത് തെറ്റാണ്. ഇറ്റ്സ് ആക്ച്വലി യമനിലുള്ളതാണ്. സോ സൊക്കോട്ര എന്ന് പറയുന്നതും ന്യൂസിലുള്ളത്, ഇറ്റ്സ് ഹാവ് ആൻ ഐഡിയ. ഇറ്റ് ഈസ് ആക്ച്വലി ലൊക്കേറ്റഡ് നോട്ട് ഇൻ ഒമാൻ ബട്ട് ഇറ്റ് ഈസ് ഇൻ യമൻ. It is called the Galapagos of Indian Ocean. Horn of Africa. It's called the Galapagos of Indian Ocean. അത് ഓർത്ത് വെക്കണം. So Socotra Island was also in the news. And അടുത്തത് ഭിൽസ് ഫെസ്റ്റിവൽ ആണ്. ഗവ്രി എന്ന് പറയുന്നത്. ഇത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഭിൽസിൻ്റെ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആണ്. ആനിമൽ സാക്രിഫൈസ് ഉണ്ട്. 40-day റിച്വൽസ് ഉണ്ട്. ഡാൻസ്, ഡ്രാമ. ഗോർക്കിയ മാത. സ്പ്രിംഗ് അഗ്രികൾച്ചറൽ ഇവന്റ് ഇൻ ഗുജറാത്ത്. പിൽഗ്രിമേജ് ടു മധ്യപ്രദേശ് ടു സൂഫി സെയിൻസ്. സോ ഇതിൽ എല്ലാ ഓപ്ഷൻസും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും ബി ആണ്. 40-day റിച്വൽ ഫെസ്റ്റിവൽ ആണ്. ഇതും പ്രത്യേകിച്ച് അങ്ങനെ നിങ്ങൾ എന്താണ് സംഭവം നടക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. എന്താണ് ഈ ഗാവ്രി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ എന്നുള്ളത്? 40 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മണ്ഡലകാലം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ശബരിമലയ്ക്ക് പോകുന്നതൊക്കെ പറയുന്ന പോലെ ആ ഒരു പെർസ്പെക്റ്റീവിലാണ് ഇത് ഇവിടെ കിടക്കുന്നത്. നെക്സ്റ്റ് ഇസ് സുന്ദർബൻസ് ടൈഗർ റിസർവ് ഹാസ് ബിക്കം ദ സെക്കൻഡ് ലാർജസ്റ്റ് ആഫ്റ്റർ ഇറ്റ്സ് റീസെന്റ് എക്സ്പാൻഷൻ. അത് രണ്ടാമതായി. അപ്പോൾ ആദ്യത്തെ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സുന്ദർബൻസ് രണ്ടാമത്തെ ടൈഗർ ലാർജസ്റ്റ് ആണെങ്കിൽ വിച്ച് ഇസ് ദ ഫസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ബി, നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ് ആണ്. ഇറ്റ് ഈസ് ദ സെക്കൻഡ്. ഇറ്റ് ഹസ് ബിക്കം ദ ഫസ്റ്റ് ആൻഡ് സുന്ദർബൻസ് ടൈഗർ റിസർവ് ഹസ് ബിക്കം ദ സെക്കൻഡ്. രണ്ടാമതായി മാറി എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് ലോട്ട് ഓഫ് ആർട്ടിക്കിൾസ് PIB ബേസ് ചെയ്തിട്ടുള്ള PIB എന്ന് പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം PIB ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള. കോപ്പിറൈറ്റ് ഓഫീസ് ഇൻ ഇന്ത്യ. ഇത്തരം ഓഫീസസിൻ്റെ പ്രധാനമായിട്ടും UPSCയുടെ PYQ നോക്കിക്കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് എ ഫാക്ട്. എക്സ് എന്ന് ഒരു ഓഫീസ് ആണെങ്കിൽ ഇത് ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്, വാട്ട് ഈസ് ദ മെയിൻ ഫംഗ്ഷൻ, ഇതിന് ഏതെങ്കിലുമൊക്കെ ഒരു 2-3 ഫീച്ചർ കാര്യങ്ങളൊക്കെ എപ്പോഴും PYQ ആണ്. ദാറ്റ് ഈസ് ദ ട്രെൻഡ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. സോ നോ ഇറ്റ്. ഇറ്റ്സ് ഓപ്പറേറ്റ് അണ്ടർ ദ കൺട്രോളർ ജനറൽ ഓഫ് പേറ്റൻസ്, ഡിസൈൻ ആൻഡ് ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് ആക്ട്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഫംഗ്ഷൻസ് ഓൺ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് DPIIT താഴെയാണ്. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആണ്. സോ ഓൾ ദിസ് ആർ കറക്റ്റ്. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. കോപ്പിറൈറ്റ് ആക്ട് ഓഫീസിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നോ അബൌട്ട് ദിസ് കോപ്പിറൈറ്റ് ആക്ട്. കണ്ടോ, ഈ അടുത്ത് 68ാമത്തെ ആനിവേഴ്സറി ആയിരുന്നു. PIBയിൽ ഇതിനെക്കുറിച്ചൊരു വലിയ ആർട്ടിക്കിൾ ഉണ്ട്. അതാണ് ഞാൻ മെയിനായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ കോപ്പിറൈറ്റിനെ കുറിച്ചിട്ടും അത് ബാക്കി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇത് PIBയുടെ ആർട്ടിക്കിളിൻ്റെ സമ്മറിയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ ഗോ ആൻഡ് റീഡ് ദിസ്. ദാറ്റ് വിൽ ബി വെരി ഹാൻഡി. മിഷൻ കർമ്മയോഗി, മോസ്റ്റ് സിറ്റർ ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് ഈസിയസ്റ്റ് വൺ. ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ഫോർ ബേസ്ഡ് ഓൺ കോമ്പിറ്റൻസി ബിൽഡിംഗ് ഓഫ് സിവിൽ സർവൻസ്. കറക്റ്റ്. ഇൻഷുറൻസ് സ്കീമൊന്നും അല്ല, വാട്ടർ മാനേജ്മെൻ്റ് അല്ല,
ഫിസിക്കൽ ഫിറ്റ്നസ്, സ്കൂൾ സ്റ്റുഡൻസ് ഒന്നുമല്ല. മിഷൻ കർമ്മയോഗി ഈസ് ഓൾ അബൌട്ട് സിവിൽ സർവീസുകാർക്ക് കോമ്പിറ്റൻസി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സ്കിൽ, ഒരു കണ്ടിന്യൂസ് കോമ്പിറ്റൻസി ബേസ്ഡ് പ്രോഗ്രാമാണ് ട്രെയിനിങ്. നെക്സ്റ്റ് ഇസ് പോളാർ ബേസ്ഡ്, PRV. വാട്ട് ഇസ് എ PRV? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇതൊക്കെ എവിടെ നിന്നാണ് UPSC ചോദിക്കുന്നതെന്നില്ല. സോ ഹാവ് എൻ ഐഡിയ. അഗെയിൻ ഇതെല്ലാം പത്രത്തിൽ നിന്നാണ്. പോളാർ റിസർച്ച് വെസൽ എന്നാണ്. ഇന്ത്യസ് ദ ഫസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽഡ് PRV ഫോർ ഇന്ത്യ വിൽ ബി കൺസ്ട്രക്റ്റഡ് ബൈ നോർവേ. ഇന്ത്യയുടെ ആദ്യത്തെ PRV എന്ന് പറയുന്നത് നോർവേ ആണ് തരുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. The vessel has been designed exclusively for military surveillance and defense operations in polar. ഈ സ്റ്റേറ്റ്മെന്റ് എക്സ്ട്രീം ആണ്, തെറ്റാണ്. മിലിറ്ററിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, വേറെ ഒരുപാട് സർവൈലൻസിനും കാര്യങ്ങളും വേണ്ടി ഉപയോഗിക്കുന്നല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ മിഷൻ കർമ്മയോഗി നോക്കി വെച്ചോളൂ എന്താണെന്നുള്ളത്. സോ അടുത്തതിൽ കണ്ടോ, ഇത് മാത്രം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് സയന്റിഫിക് എൻവയോൺമെന്റ് റിസർച്ചിന് മാത്രമാണ്, മിലിറ്ററി മാത്രമാണെന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് പോയി. നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ദ 42nd ക്വസ്റ്റ്യൻ. NHRC. ഇത് കോൺസ്റ്റിറ്റ്യൂഷണലി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഈ NHRC ഒക്കെ നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സിൽ അത്രയും PIBയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, ഫുൾ കോറം തികഞ്ഞ് മീറ്റിംഗ് എടുത്തു എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ നിന്നാണ് ഈ ചോദ്യം ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ലക്ഷ്മികാന്തി പോയി ഇതൊക്കെ പഠിക്കാമെന്നില്ലേ. പക്ഷെ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഇത് പലപ്പോഴും കറണ്ട് അഫയേഴ്സിൽ നിന്ന് വരുന്ന, നമ്മൾ പ്രിലിംസിന് വരുന്ന പല ചോദ്യങ്ങളുടെയും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് പേപ്പറാണ്. അവിടെ നിന്നാണ് അത് ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് പറയും? ഇത് പോളിറ്റി ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾ പറയുള്ളൂ. പക്ഷേ ഇറ്റ്സ് എ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ. NHRC എസ്റ്റാബ്ലിഷ് ചെയ്ത ആക്ട് 1993. സുവോമോട്ടോ കേസ് എടുക്കാം, ഹ്യൂമൻ റൈറ്റ്സ് ഓർ നെഗ്ലിജൻസ് ബൈ പബ്ലിക് സർവൻസ് എടുക്കാം. കറക്റ്റ്. സെക്കൻഡ്, ഇതിൻ്റെ റെക്കമെൻഡേഷൻസ് ആർ ബൈൻഡിങ്. തെറ്റാണ്, ബൈൻഡിങ് അല്ല. ഇറ്റ് ഹാസ് അതോറിറ്റി ടു ഡയറക്ട്ലി പീനലൈസ് വയലേറ്റേഴ്സ്. അങ്ങനെ ഡയറക്ട്ലി പീനലൈസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. മെമ്പേഴ്സ് ഓഫ് ആർം ഫോഴ്സസ് ആണെങ്കിലും ഡയറക്ട്ലി പീനലൈസ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ബൈൻഡിങ് ഓൺ ദ ഗവൺമെൻറ് അല്ല. സോ സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. സോ ഇതിൽ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ NHRC എന്താണെന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഓർത്ത് വെക്കുക. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ ടു ദ 43rd ക്വസ്റ്റ്യൻ. The Prime Minister Narendra Modi extended his congratulations to Lee Jae-myung being elected as a president. ഇത് PIBയിൽ അങ്ങനെ തന്നെ കൺഗ്രാജുലേഷൻ മെസ്സേജ് ആയിരുന്നു. സോ ഇറ്റ് ഈസ് ദ പ്രസിഡന്റ് ഓഫ് റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ്. അത് കറക്റ്റായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് ഇതിൻ്റെ ഉത്തരം. ആൻഡ് UPSC likes such questions. If you check the PYQ, you will understand that there were questions previously based on elephants, lions, leopards. They don't bark, they don't ഷൗട്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ന്യൂസിൽ ആനിമൽസിന് ജക്കാൽസ് ഉള്ളതുകൊണ്ട് അത് എടുത്തത്. ആർ സ്ട്രിക്റ്റ് കാർണിവോർ ഫീഡിങ് എക്സ്ക്ലൂസീവ്ലി ഓൺ ആനിമൽ ആൻഡ് ഡീപ്പ് ഫോറസ്റ്റ് ഈസ് തെറ്റാണ്. ഇറ്റ് ഈസ് നോട്ട് എ കാർണിവോർ, ഇറ്റ് ഈസ് എ വെരി പോപ്പുലർ ഓംനിവോർ. അതൊരു ഓംനിവോർ, എല്ലാം കഴിക്കും, ഫ്രൂട്ട്സും എല്ലാം കഴിക്കുന്നുണ്ട്. ഹാബിറ്റാറ്റ്സ് ഇൻ ഇന്ത്യ, കറക്റ്റ്. ഫോക്ലോർ അനുസരിച്ചിട്ട് ദേ ആർ വെരി ക്ലെവർ. പണ്ടത്തെ കഥകളിലെല്ലാം ജക്കാളാണല്ലോ ഭയങ്കര ബുദ്ധിയുള്ള ആനിമൽ എന്ന് പറയപ്പെടുന്നത്. സോ അത് തെറ്റാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് എ ഓംനിവോർ ആനിമൽ, ഇറ്റ്സ് ഹൈലി അഡാപ്റ്റബിൾ. സോ ഇറ്റ്സ് കാർണിവോർ ആണെന്ന്, കാർണിവോർ മാത്രമല്ല ഓംനിവോറസും കൂടെ ആണത്. എല്ലാം കഴിക്കും. അത് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിട്ട് പറയുന്നുണ്ടല്ലോ, ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി ബോത്ത് പ്ലാന്റ് ബേസ്ഡ് ഇതൊക്കെ കഴിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ബേർഡ്സ്, ഫ്രൂട്ട്സ്, ക്യാരിയൻ, ഹ്യൂമൻ ലെഫ്റ്റ് ഓവേഴ്സ് എല്ലാം കഴിക്കും. അത് എല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഓർക്കേണ്ടത്. നെക്സ്റ്റ് ഇസ് അഗെയിൻ ഈ 2 സ്ഥലങ്ങളെ ബേസ് ചെയ്തിട്ടാണ്, മെനാർ ആൻഡ് കിച്ചൻ. So this is designated as a Ramsar site. So that brings us to a larger question. What exactly is this Ramsar site? ഇത് എന്താണ് എന്ന് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഇതിൽ മെനാർ ആർ റെക്കഗ്നൈസ്ഡ് ഫോർ ഹോസ്റ്റിംഗ് മൈഗ്രേറ്ററി ബേർഡ്സ്. കിച്ചൻ ഈസ് ഫേമസ് ഫോർ ഡെമോസിൽ സ്ക്രീൻ. റാംസർ സൈറ്റ്സ് എൻഷുർ എക്കോളജിക്കൽ ടൂറിസം. ഇത് നോക്കുമ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇതിന് ആദ്യം ഇത് എവിടെയാണെന്ന് അറിയണം, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ഇതെല്ലാം പുതിയ റാംസർ സൈറ്റ്സ് ആണ്. മെനാറും കിച്ചൻ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ്. അപ്പോൾ എവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് റാംസർ കൺവെൻഷൻസിനെ കുറിച്ചിട്ട്. സോ യു നീഡ് ടു നോ ദാറ്റ് സ്പേസ്. എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇങ്ങനത്തെ പലപ്പോഴും അബ്സേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ UPSC ചോദിക്കുന്ന കണ്ടിട്ടുണ്ടാവും. വാട്ട് ഇസ് നോത്തോപെജിയ സ്പീഷീസ്? ഇങ്ങനെയൊക്കെ ഒരു സ്പീഷി ഉണ്ടോ എന്നില്ലേ? യെസ്, ഇറ്റ് ടുക്ക് നേറ്റീവ്ലി ടു വെസ്റ്റേൺ ഗാർഡ്, ശ്രീലങ്ക ആൻഡ് പാർട്സ് ഓഫ് സബ് കോണ്ടിനെന്റ്. കറക്റ്റ്. ദ മെഡിസിനൽ പ്രോപ്പർട്ടീസ്, ഇത് വളരെയധികം മെഡിസിനൽ പ്രോപ്പർട്ടി, ആയുർവേദിക് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. സോ ബോത്ത് ദ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. ഈ ലീവ്സ് എന്ന് പറയുന്നത് ഭയങ്കര നോത്തോപോജിയ
നോത്തോപെഗിയ എന്ന് പറയുന്ന ലീഡ്സ് വളരെ പോപ്പുലർ ആണ് മെഡിസിനൽ വാല്യൂ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. സോ യു ക്യാൻ ഗെറ്റ് ഇറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ചോദിക്കുന്നത് എവിടെ നിന്ന് നമുക്ക് സംശയം വരാം. പേപ്പറിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, വേറെ എവിടെ നിന്നുമല്ല. നെക്സ്റ്റ് ഇസ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ഇസ് റിഗാർഡിംഗ് 47th ക്വസ്റ്റ്യൻ. ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അഗെയിൻ ന്യൂസിലുള്ളതാണ്. എവിടെയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്? റെഡ് സീ, അറേബ്യൻ സീ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ കൺഫ്യൂസിംഗ് ആണ്. സോ ടേക്ക് ദ പോയിന്റ്. പേർഷ്യൻ ഗൾഫ് ആൻഡ് ഗൾഫ് ഓഫ് ഒമാൻ, ഈ സ്ട്രെയ്റ്റ്സ്, റെഡ് സീ ഒക്കെ വരുമ്പോൾ ഇത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ശ്രമിക്കണം. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് വാസ് ഇൻ ദ ന്യൂസ്, ദാറ്റ്സ് വൈ ഐ ആസ്ക്ഡ്. ഇത്തരം ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ UPSC ഹാസ് എ സ്റ്റൈൽ ഓഫ് ആസ്കിംഗ് ദിസ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇസ് അംബുബാച്ചി മേള, മെൻസ്ട്രുവേഷൻ സൈക്കിൾ ഓഫ് ഗോഡസ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക്, മീനാക്ഷി കാമാഖ്യ ടെമ്പിളാണ് മെൻസ്ട്രുവേഷൻ ആ ഫെസ്റ്റിവൽ നടത്തുന്ന. ആ ഫെസ്റ്റിവലിൻ്റെ പേരാണ് അംബുബാച്ചി മേള. അവിടുത്തെ ഗോഡസ് ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അവിടുത്തെ ഗോഡത്തെ മെൻസ്ട്രുവേഷൻ സൈക്കിളാണ്, മെൻസ്ട്രുവേറ്റിംഗ് DT ആണ് കാമാഖ്യ, അസാമിൽ, ഓർത്ത് വയ്ക്കുക. ആൻഡ് നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് ദി ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് കോപ്പറേഷൻ. വാട്ട് ഈസ് OIC? സോ എന്താണ് ഇതും? അസേർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. യു ഷുഡ് ഹാവ് എൻ ഐഡിയ വാട്ട് ദിസ് ഇസ്. എൻ അസേർഷൻ ആൻഡ് ദിസ് ഇസ് എ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് ദിസ് അസേർഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് OIC ആണ്. ഇത്തരം ഇന്റർനാഷണൽ ഏജൻസീസ് വരുമ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ എന്ന് പറയുമ്പോൾ വാട്ട് എക്സാക്ട്ലി ഇസ് ദിസ്? എന്താണ് ഈ ഇസ്ലാമിക് കോപ്പറേഷൻ എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് ഇവിടെ കിട്ടണം. ഇറ്റ് ഈസ് ദ വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആഫ്റ്റർ ദ യുണൈറ്റഡ് നേഷൻസ് ആൻഡ് മുസ്ലിം വേൾഡിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതൊരു വലിയ ചോദ്യമാണ്, അറിയാമെങ്കിൽ അറിയണം. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. ഇറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1969 ആഫ്റ്റർ ദി ആസൻ അറ്റാക്ക് ഓൺ അൽ-അക്സ മോസ്ക്. അപ്പോൾ ശരിയാണ്, ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായതിന് ശേഷമാണോ എന്ന് ചോദിച്ചാൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ റീഡ് മോർ അബൌട്ട് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് മാത്രമല്ല, സോ റീഡ് മോർ അബൌട്ട് OIC. എന്താണ് ഓർഗനൈസേഷൻ ഓഫ്, ഇറ്റ് ഈസ് എ വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ആഫ്റ്റർ യുണൈറ്റഡ് നേഷൻസ്. നാളെ ഇതേപോലത്തെ OICന് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ അത്രയും വലിയൊരു മുസ്ലിം വേൾഡിൽ വന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിംഗ് അവർ OIC ക്രിയേറ്റ് ചെയ്തത്. OIC ഇസ് ഇൻ ദ ന്യൂസ്. സോ ദാറ്റ് മേക്സ് ഇറ്റ്. ഇനി അടുത്തത് ദ ക്വാഡ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ. ക്വാഡ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, US, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇതിലെന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ന്യൂക്ലിയർ സബ്മറൈൻ ടെക്നോളജി അല്ല. എൻഹാൻസ് മാരിടൈം ഡൊമൈൻ അവയർനെസ്, ഇന്റർഓപ്പറബിലിറ്റി, റൂൾസ് ബേസ്ഡ്. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. യൂണിഫൈഡ് ഡിജിറ്റൽ കറൻസി അല്ലല്ലോ ഇതിപ്പോൾ. സീ ഷിപ്പ് ഒബ്സർവർ എന്താണ്? കറൻസി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻഡോ പസഫിക്കിൽ ജോയിന്റ് പെർമനന്റ് നേവൽ ബേസസ്. ഇത് വേണമെങ്കിൽ ശരിയാണെങ്കിൽ തോന്നാം, പക്ഷേ അല്ല. B ആണ് കറക്റ്റ് ആയിട്ടുള്ള. B ഇസ് ദ റൈറ്റ് ആൻസർ. അത് കുറച്ച് ലോജിക് ഉപയോഗിച്ചാൽ കിട്ടാവുന്ന ചോദ്യം തന്നെയാണ്, കാരണം എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. സോ ക്വാഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ യു ഷുഡ് നോ വാട്ട് ഈസ് ദി ഐഡിയ ഓഫ് ക്വാഡ്. ആൻഡ് ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ദി IPMDA. ഇൻഡോ പസഫിക് പാർട്ട്ണർഷിപ്പ് ആണ് IPMDA എന്ന് പറയുന്നത്. സോ നോ സംതിങ് റിഗാർഡിംഗ് ദാറ്റ്. ഗെറ്റ് എ പെർസ്പെക്റ്റീവ് ഓൺ ദാറ്റ്. ആൻഡ് നെക്സ്റ്റ് ഇസ് 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾ ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് ക്വിക്ലി ഗോ. ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം, DRDO. UPSC ഇത്തരത്തിലുള്ള മിസൈൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ, ഈ മിസൈൽ സർഫസ് ടു എയർ ആണോ, സർഫസ് ടു സർഫസ് ആണോ, എയർ ടു, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഇതിൻ്റെ റേഞ്ച് കാര്യങ്ങളൊക്കെ വരും. ഇത് മീഡിയം റേഞ്ച് മിസൈലാണോ, 25 കിലോമീറ്റർ അപ് ടു സോളിഡ് റോക്കറ്റ് മോട്ടേഴ്സ് ഉണ്ട്, രാജേന്ദ്ര ഫേസർ റഡാറാണ് ഉപയോഗിക്കുന്നത്, ഇതിൽ എന്താണ്, ഇറ്റ്സ് 70 കിലോമീറ്റർ ആൻഡ് എൻഹാൻസ്ഡ് സെൻസർ കപ്പാസിറ്റി. ഇപ്പോൾ 51 എന്താണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ് ആകാശിൻ്റെ. അപ്പോൾ ഇത്തരം മിസൈൽസ് വരുന്ന സമയത്ത് മിസൈൽസ് വരുമ്പോൾ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾവേസ് റിമെമ്പർ, യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ഇതിൻ്റെ സർഫസ് ടു എയർ ആണോ, സർഫസ് ടു സർഫസ് ആണോ, ഇതിൻ്റെ പേലോഡ്, ഇതിൻ്റെ ഫീച്ചർ, ഇതിൻ്റെ കപ്പാസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളാണ് UPSC പലപ്പോഴും PYQൽ ചോദിച്ചിട്ടുള്ളത്. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇനിയും പഠിക്കുമ്പോൾ റിമെമ്പർ അബൌട്ട് ലേണിംഗ് ഓൾ ദീസ് ആസ്പെക്ട്സ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടും. ആൻഡ് വാട്ട് അബൌട്ട് ദ കൺട്രി കോൾ സേഷ്യൽസ്? ഇപ്പോൾ ന്യൂസിൽ ട്രെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വളരെയധികം ബിൽഡ് ചെയ്യാൻ പോകുന്നത്. സേഷ്യൽസ് ലൈസ് ടു ദ നോർത്ത് ഈസ്റ്റ് ഓഫ് മഡഗാസ്കർ ഇൻ ദി ഇന്ത്യൻ ഓഷൻ ആസ് കമ്പോസ്ഡ് ഓഫ് വോൾക്കാനിക് ഐലൻഡ്സ്. ഇത് തെറ്റാണ്, വോൾക്കാനിക് ഐലൻഡ്സ് അല്ല. സോ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. അൽഡാബ്ര അറ്റോൾ എന്ന് പറയുന്നത് ജയന്റ് ടോർട്ടോയ്സസ് ഇവിടെയാണ്. വിക്ടോറിയ, ക്യാപിറ്റൽ ഓഫ് സീഷ്യൽസ്, ഇസ് ലൊക്കേറ്റഡ് ഇൻ മാഹെ. നമ്മുടെ മാഹി പോലെ തന്നെ വിക്ടോറിയ ആണ് അതിൻ്റെ ക്യാപിറ്റൽ. ബാക്കിയെല്ലാം കറക്റ്റാണ്. സോ
സേഷ്യൽസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നോളജ് ബേസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഈ ചോദ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രാനൈറ്റ് ആൻഡ് കോറൽ ഐലൻഡ്സ്. ഇത് ഗ്രാനൈറ്റ് ആൻഡ് കോറൽ ഐലൻഡ്സ് ആണ്. ബാക്കിയെല്ലാം കറക്റ്റാണ്. സീഷ്യൽസ് എന്ന് പറയുന്ന 115 കൺട്രീസ് ആണ്. വിക്ടോറിയയാണ് ക്യാപിറ്റൽ. റീഡ് മോർ അബൌട്ട് സേഷ്യൽസ്. വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് മൂവിങ് ഓൺ, വാട്ട് ഈസ് എ ഗ്ലോഫ്? റീസെൻ്റ്ലി വാർത്തയിൽ വരുന്നതാണ്. ഒരു പലയിടത്തും ഗ്ലേഷ്യൽ ലേക്ക് ഔട്ട്ബേഴ്സ് ഫ്ലഡ് ഉണ്ടായിട്ടുണ്ട്. സോ എന്താണ്? ഡിഫോറസ്റ്റേഷൻ ലീഡിങ് ടു ഫ്ലാഷ് ഫ്ലഡ്സ് അല്ല, റൈസിങ് സീ ലെവൽസ് അല്ല, ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ റെയിൻഫോൾ ഓർ കോസിങ് ഫ്ലഡിങ് അല്ല, സഡൻ ഫെയിലർ ഓഫ് ബ്രീച്ച് ഓഫ് നാച്ചുറൽ ഐസ് ഓർ മൊറൈൻ ഡാം ഓഫ് എ ഗ്ലേഷ്യൽ ലേക്ക്. പെട്ടെന്ന് സഡൻ ഫെയിലർ ആണ്. അപ്പോൾ എന്താണ് എന്നുള്ളത് ഒരു ക്ലാരിറ്റിയും കൂടെ. സഡൻ ഫെയിലർ ഓഫ് ഇതാണ് ഗ്ലോഫ് എന്ന് പറയുന്നത്. ഗ്ലേഷ്യർ മെൽറ്റ്, എർത്ത് എല്ലാം ഉണ്ടാവാം. സോ എന്താണ് ഗ്ലോഫ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. 2013 മാത്രമല്ല 2023 സിക്കിം ഗ്ലോഫ് വളരെ പോപ്പുലറാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇപ്പോൾ കറണ്ട് അഫയേഴ്സിൽ വന്നതുകൊണ്ട്, നമ്മൾ ഗ്ലോഫ് വന്നതുകൊണ്ട് ചോദിച്ചത്. ഹാവ് എൻ ഐഡിയ. കാസിരംഗ നാഷണൽ പാർക്ക് അഗെയിൻ വളരെ പോപ്പുലറായിട്ട് PYQ ആണ്. അതിനകത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ്? റൈനോസ് ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ എക്സ്ക്ലൂസീവ്ലി. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ വൺ ഹോൺ റൈനോ എന്ന് കാണുമ്പോൾ തന്നെ A ആണ് ശരി ഉത്തരം. പക്ഷെ എന്നാലും മറ്റ് ഓപ്ഷൻസ് വായിക്കാൻ ശ്രമിക്കുക. വായിക്കാതിരിക്കരുത്. യു ഷുഡ് ബി റിയലി അവെയർ അബൌട്ട് ദിസ്. 55ാമത്തെ ക്വസ്റ്റ്യൻ, കോൽഹാപൂർ ചപ്പൽ GI ടാഗ് കിട്ടിയതാണ്. കോൽഹാപൂർ ചപ്പൽ ഇസ് വെരി പോപ്പുലർ. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാടു, കേരള. ഇറ്റ് ഇസ് B, മഹാരാഷ്ട്ര, കർണാടകയാണ് ഇതിൻ്റെ ഉത്തരം. സോ ഇതിൻ്റെ ടേക്ക് അവേ എന്ന് പറയുന്നത് GI ടാഗ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക. ഒരുപാട് GI ടാഗുകൾ കിട്ടിയ സംഭവങ്ങൾ എലിമിനേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രിലിംസിന് വന്നാൽ GI ടാഗ് കിട്ടിയ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും കൂടെ യു ഷുഡ് ഹാവ് എൻ ഐഡിയ. എന്നാൽ മാത്രമേ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഭാവിയിലും ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് എ ടേക്ക് അവേ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. കോൽഹാപൂർ ചപ്പലിനെ കുറിച്ച് മാസ് സ്കെയിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇന്നത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പിക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തത് 3 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Defense Acquisition Council is chaired by the Defense Minister and the highest authority for approving major defense. The primary mandate of DAC is to ensure transparency, make in India. ഇതെല്ലാം കറക്റ്റ് ആണ്. അപ്രൂവ് acceptance of necessities before any, കറക്റ്റ് ആണ്. ഇതെല്ലാം കറക്റ്റ് ആണ്. പക്ഷേ was established as a part of National Security Advisor Board. ഇത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ DAC എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. ഇതിൽ ഈ AON എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇത് അപ്രൂവൽ ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇതിൻ്റെ ഇൻട്രിക്കസീസും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. DAC എന്താണെന്നുള്ളത് ഇത് ഒന്നിൻ്റെയും ഇതല്ല, ഇതിൻ്റെ പാർട്ടായിട്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷനും കൂടെ കറക്റ്റായിട്ട് കിട്ടുക. ദിസ് ക്യാൻ ബി ആസ്ഡ്. ഓക്കെ, സോ DACയിൽ ഒബ്വിയസ്ലി നമുക്ക് നോക്കുമ്പോൾ സമയത്ത് ആൻസർ എന്ന് പറയുന്നത് മറ്റേ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റാണ്. സോ വിൽ ഗോ ഫോർ ദി ആൻസർ B. Both statement 1 and 2 are correct and statement 2 explains statement 1. So moving on to the wildlife sanctuary in Kerala has been dedicated to butterflies. ഇത് അരളം സാങ്ച്വറി ആണ്. ഇറ്റ്സ് അരളം. സോ ഇവിടെ നമ്മൾ പോയിട്ട് യു ഷുഡ് നോ എവിടെയാണ് അരളം സാങ്ച്വറി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ. റീഡ് മോർ അബൌട്ട് ദാറ്റ്. അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. യു ഷുഡ് ഗോ ബാക്ക് ആൻഡ് റീഡ്. ഓക്കെ, 58 ഇന്റർനാഷണൽ റിപ്പോർട്ട് ഓൺ ക്ലൈമറ്റ് മിസ്ഇൻഫർമേഷൻ. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ക്ലൈമറ്റ് മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സോ യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലൈമറ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് എന്തൊക്കെ പ്രശ്നമാണ്. ABCD 4 സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആബ്സെൻസ് താഴെ നിന്ന് വായിക്കാം. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ക്ലൈമറ്റ് എഡ്യൂക്കേഷൻ, അതല്ല. മിസ്ഇൻഫർമേഷൻ അതുകൊണ്ടല്ല. റാപ്പിഡ് ട്രാൻസിഷൻ ടു റിന്യൂവബിൾ എനർജി, അതുമല്ല. ഓവർ റിലയൻസ് ഓൺ ട്രഡീഷണൽ അല്ല. ആബ്സെൻസ് ഓഫ് അക്യുറസി ഡേറ്റ ആൻഡ് മിസ്ഇൻഫർമേഷൻ ഫോസിൽ ഫ്യൂൽ കമ്പനീസ്. ഈ മിസ്ഇൻഫർമേഷൻ കമ്മിങ് ഫ്രം ഫോസിൽ ഫ്യൂൽ കമ്പനീസ് ഡിജിറ്റൽ ട്രഡീഷണൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, അക്യുറേറ്റ് ഡേറ്റ ഇല്ലാത്തതുകൊണ്ടാണ്. സോ വിൽ ഗോ വിത്ത് ദി ആൻസർ A. അതാണ് ഇന്റർനാഷണൽ റിപ്പോർട്ടിൻ്റെ ക്ലൈമറ്റ് മിസ്ഇൻഫർമേഷൻ എന്ന് പറയുന്ന റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ആസ്പെക്ട് അതാണ്. സോ എന്താണ് ആ ക്ലൈമറ്റ്? ഈ കമ്പനീസ് എന്ന് ഉദ്ദേശിക്കുന്നത് പല ഫോസിൽ ഫ്യൂൽ കമ്പനീസ്, ഇപ്പോൾ BP, ടോട്ടൽ എനർജീസ്, എക്സൺ മൊബൈൽ, ഇങ്ങനെ കുറേ കമ്പനീസിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അവരുടെ കമ്പനീസിൻ്റെ ഡേറ്റ അക്യുറേറ്റ് അല്ലാത്തത് കൊണ്ടാണ് ഇത് കിട്ടാത്തത്. ആൻഡ് നെക്സ്റ്റ് ഇസ് typical UPSC type question. Peruvian city of Penico. Penico was in the news. എന്തുകൊണ്ടാണ് ആ സിറ്റി ന്യൂസിൽ വന്നത്? സെറിമോണിയൽ ഇൻക എംപയർ, ലൊക്കേഷൻ ഓൺ ദ ഷോസ് ഓഫ് ലേക്ക് ടിറ്റിക്കാക്ക, ഡയറക്റ്റ് ആർക്കിടെക്ചർ ടു ഏൻഷ്യൻ്റ് ആൻഡ് സുമേരിയൻ ഈജിപ്റ്റ്. ഇതിൽ B ആണ്. ഇതൊരു ട്രേഡ് ഹബ്ബായിരുന്നു ബിറ്റ്വീൻ പസഫിക്, ആൻഡീസ്, ആമസോൺ, കാരൽ സിവിലൈസേഷൻ എന്ന് പറഞ്ഞ സിവിലൈസേഷനെ ലിങ്ക് ചെയ്തൊരു സ്ഥലമാണ് പെറുവിയൻ സിറ്റി ഓഫ് പെനിക്കോ. അപ്പോൾ അതിൽ
ബി എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്തണം. സോ എന്താണ് അത് മനസ്സിലാക്കാൻ ജസ്റ്റ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ഇന്ത്യസ് നാഷണൽ ബയോബാങ്ക് അണ്ടർ ദി ഫെനോം ഇന്ത്യ ഇനിഷ്യേറ്റീവ്. നാഷണൽ ബയോബാങ്ക്, ഇന്ത്യസ് നാഷണൽ ബയോബാങ്ക്. നാഷണൽ ബയോബാങ്ക് എന്താണ് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നു ഫ്രം എ ഡൈവേഴ്സ് കോഹോർട്ട് ഓഫ് 10,000 ഇൻഡിവിജ്വൽസ് അക്രോസ് ഇന്ത്യ. UK മോഡൽ ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് എന്താണെന്ന് അറിയാൻ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഐ വോണ്ട് യു ടു റീഡ് ദിസ്. എന്താണ് ഈ ഫെനോം ഇന്ത്യ ബയോബാങ്ക് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡ്യൂട്ടി എന്താ, ഫങ്ഷൻസ് എന്താണെന്നൊക്കെ ഗോ ബാക്ക് ആൻഡ് ലേൺ ദിസ്. ഇതും ന്യൂസിൽ ഉണ്ടായിരുന്നതാണ് ആൻഡ് UK ബേസ് ചെയ്തിട്ട് തന്നെയാണ്. 61 ഇസ് അഗെയിൻ ഫ്രം നിപ്പ വൈറസ്. അഗെയിൻ അത് പോപ്പുലർ ആയതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചോദിച്ചത്. ഇതിൻ്റെ ഇറ്റ് ക്യാൻ കോസ് എൻസിഫലോ റെസ്പിറേറ്ററി ഇൽനെസ് ഇൻ ഹ്യൂമൻസ്. ട്രാൻസ്മിഷൻ ഓഫ് നിപ്പ വൈറസ് ഓൺലി ത്രൂ കൺസംഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് ഫുഡ് നോട്ട് ഡോക്യുമെന്റ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടായിരുന്നില്ല. ഇത് തെറ്റാണ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻസ് ഉണ്ടായിരുന്നല്ലോ, അത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിപ്പ വൈറസ് എന്താണെന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ്. നിപ്പ വൈറസ് നാച്ചുറലി ഒക്കേഴ്സ്. ഇതെന്താണ് നിപ്പ വൈറസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് റോങ്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 1 ഇസ് കറക്റ്റ്. നെക്സ്റ്റ് ഇസ് ഇൻ്റർനാഷണൽ ട്രീറ്റി. ഇതാണ് പ്ലാൻ ട്രീറ്റി എന്നറിയപ്പെടുന്നത്. ഇങ്ങനത്തെ കുറേ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ പിക്ക് ഔട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പിക്ക് ഔട്ട് ചെയ്തതിന് പ്രധാന കാര്യം ഇസ് ടു ജസ്റ്റ് ഷോക്കേസ് ആൻഡ് ടെൽ യു ദാറ്റ് സച്ച് മൈന്യൂട്ട് തിങ്സ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദേ ക്യാൻ ബി. നമ്മൾ പലപ്പോഴും ഇതൊക്കെ ഇതിൽ കാണുമ്പോൾ UPSCയുടെ എക്സാമിൽ പ്രിലിംസിന് കാണുമ്പോഴായിരിക്കും നമുക്ക് തോന്നുന്നു ഇതൊക്കെ എവിടെ നിന്നാണ് ഈ ചോദിക്കുന്നതെന്നില്ലേ. ഇതെല്ലാം ന്യൂ അവൈലബിൾ റിസോഴ്സസ് എന്നാണ്. ഇൻ്റർനാഷണൽ ട്രീറ്റി ഓൺ പ്ലാൻ ജനറ്റിക് റിസോഴ്സ് ഫോർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. പ്ലാൻ ട്രീറ്റി എന്നാണ് വിളിക്കുന്നത്. FAO ആണ് 2001 കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ സപ്പോർട്ട്സ് ദ റീസെൻറ്റ് പ്രപ്പോസ്ഡ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് വാസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് ഇത് കറക്റ്റാണ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ 2001 തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. പ്ലാന്റ് ഫെയർ ഷെയർ ഓഫ് പ്ലാന്റ് ജനറ്റിക് റിസോഴ്സസ് എങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സപ്പോർട്ട്സ് ദ റീസെൻറ്റ് പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ് ഇൻ പെറു. ഓൾ പ്ലാന്റ് ജേം പ്ലാസ്മ ഷെയറിങ് ആൻഡ് ഇൻ്റർനാഷണൽ ഡിറ്റർമൈൻഡ് എഗ്രിമെൻറ്റ്. എല്ലാത്തിനും ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റ് വേണം. ഇന്ത്യ സപ്പോർട്ട് ചെയ്യുകയല്ല ചെയ്തത്, ഇന്ത്യ ബോയ്ക്കോട്ടഡ് ദിസ്. എല്ലാത്തിനും ഓൾ പ്ലാന്റ് ജേം പ്ലാസ് എന്ന് പറയുന്നത് ഇതിനെല്ലാം ഒറ്റ വേൾഡ് ലോൻ്റെ താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരുപാട് നാഷണൽ ലോസ് ഉണ്ട്. അതിനെല്ലാം ബൈപ്പാസ് ചെയ്യാൻ ഇന്ത്യ സമ്മതിച്ചിട്ടില്ല. ഇന്ത്യ ഹാസ് ബോയ്ക്കോട്ടഡ് ദിസ്. ഇന്ത്യ ഈസ് നോട്ട് സപ്പോർട്ടിങ് ദിസ്. സോ ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതറിയില്ല എങ്കിൽ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് പ്ലീസ് ഗോ ബാക്ക് ആൻഡ് റീഡ് മോർ അബൌട്ട് വാട്ട് ഈസ് ദിസ് ട്രീറ്റി. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട FAO എന്താണെന്ന് അറിയണം. ITP-GRFA എന്ന് പറയുന്ന ഈ പ്ലാന്റ് ജനറ്റിക് റിസോഴ്സ് ഫോർ ഫുഡ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കണം. ഗോ ത്രൂ സർട്ടൺ തിങ്സ് ആൻഡ് ഹാവ് എൻ ഐഡിയ. പിന്നെ ചോദിച്ചിരിക്കുന്നതുണ്ട്, ഇതിനകത്ത് വലിയൊരു കഥയാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഒരു സൈക്ലോൺ അറ്റാക്ക് ഉണ്ടാക്കി ഇത്രയും സംഭവങ്ങൾ കൊണ്ടുവന്നു. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ആൻസർ ഇസ് വെരി സിമ്പിൾ. ഇറ്റ് വാസ് ഭീഷ്മ ക്യൂബ്സ്. അത്രയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നത് ഹോസ്പിറ്റൽ ഇൻ എ ക്യൂബ്. അതുകൊണ്ട് തന്നെ അത് ഒബ്വിയസ്ലി ക്വസ്റ്റ്യനിൽ തന്നെ കിടപ്പുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ ഇൻ ക്യൂബ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് മാത്രം ഭീഷ്മ ക്യൂബ് ആവണമെന്നില്ല. ഇത് ഈ പറയുന്ന എന്ത് വേണം ആവാം. ക്യൂബ് ഉള്ളതുകൊണ്ട് മാത്രം ക്യൂബ് ആവണം നിർബന്ധമൊന്നുമില്ല. ഇറ്റ് ക്യാൻ ഈവൻ മിസ്ലീഡ്. അങ്ങനെ ഉള്ളതുകൊണ്ട് എടുക്കരുത്. അത് ഭീഷ്മ ക്യൂബ് എന്ന് പറയുന്ന സംഭവമാണ്. നെക്സ്റ്റ് ഇസ് റിഗാർഡിങ് കാര അഡോപ്ഷൻ. ഇന്ത്യയിൽ കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ വാട്ട് ഇസ് കാരാസ് റോൾ എന്ന് പറയുന്നതാണ് നമുക്കിവിടെ അനലൈസ് ചെയ്യേണ്ടത്. കാര എന്താണ്? കൺസിഡർ ദ ഫോളോയിങ്. മിനിസ്റ്റർ ഓഫ് ചൈൽഡ് ആൻഡ് വിമൻ ആണ്. നോഡൽ ഏജൻസീസ് ഫോർ റെഗുലേറ്റിംഗ് ഓൾ അഡോപ്ഷൻസ് ഇൻ കൺട്രി ഇന്റർ കൺട്രി. ഹേഗ് കൺവെൻഷൻ ആയിട്ട് ദിസ് ഇസ് കറക്റ്റ്. സെൻട്രൽ ഗവൺമെൻറ് ഏജൻസി സൂപ്പർവൈസസ് ഓൺലി ഇൻ്റർനാഷണൽ അഡോപ്ഷൻസ് അല്ല. നോൺ ഗവൺമെൻറ് കോർഡിനേറ്റിംഗ് ഓർഫനേജസ് വിത്തൗട്ട് ലീഗൽ അതൊന്നും അല്ല. ഓൺലൈൻ റിസോഴ്സ് പോർട്ടൽ ഇതൊന്നുമല്ല. വിച്ച് ഓഫ് ദ കറക്റ്റ് ഡിസ്ക്രൈബ്സ് എന്ന് പറയുമ്പോൾ ഓൺലി A എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരാൻ പറ്റും. സോ കാര എന്താണെന്നുള്ളത് ഹാവ് എൻ ഐഡിയ അബൌട്ട് ദാറ്റ് കാര. സോ അതൊരു സെൻട്രലൈസ് സ്റ്റാച്യൂട്ടറി ഏരിയ ആണ്. കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുക, നോഡൽ ഏജൻസിയാണ്, റെഗുലേറ്റിംഗ് ആണ്, എങ്ങനെ അഡോപ്റ്റ് ചെയ്യണം. ഹേഗ് കൺവെൻഷൻ ആണ്, അത് പ്രത്യേകം ഓർത്ത് വെക്കണം. ഹേഗ് കൺവെൻഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് റിഗാർഡിംഗ് ദിസ്. അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ വിത്ത് റെഫറൻസ് ടു ദി ആബ്സ്റ്റെൻഷൻ ഓഫ് യുണൈറ്റഡ് നേഷൻസ്. ഇപ്പോൾ പല രാജ്യങ്ങളും ഇന്ത്യ ആണെങ്കിലും UN പോകുന്ന സമയത്ത് ഇന്ത്യ അബ്സ്റ്റെയിൻഡ്. ദാറ്റ് ഈസ് എൻ ആബ്സ്റ്റെൻഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ആബ്സ്റ്റെൻഷൻ എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. കൺട്രീസ് നൈദർ സപ്പോസ്, ഒരു രാജ്യം നൈദർ സപ്പോസ് ഓർ ഒപ്പോസ്, സപ്പോർട്ടും ഇല്ല എതിർക്കുന്നുമില്ല, അതാണ് ആബ്സ്റ്റെൻഷൻ.
കൺട്രീസ് ആബ്സെൻറ്റ്. ഈ ആബ്സെൻറ്റും ആബ്സ്റ്റെൻഷനും രണ്ടാണ്. ആബ്സെൻ്റ് ആവുക എന്നുള്ളതും അബ്സ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് രണ്ടാണ്. സോ അത് നിങ്ങൾ അങ്ങനെ ഇത് തെറ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് അബ്സ്റ്റെയിനും ആബ്സെൻസും തമ്മിൽ മാറിപ്പോകരുത് എന്നുള്ളതാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് കറക്റ്റ്. ഇനി അടുത്ത ചോദ്യം. ഇതിൽ അബ്സ്റ്റെൻഷനെ കുറിച്ചിട്ടും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് യുണൈറ്റഡ് നേഷൻസ് അബ്സ്റ്റെൻഷനെ കുറിച്ചിട്ടും ഇന്ത്യയുടെ വോട്ടിംഗ് ട്രെൻഡ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ അബ്സ്റ്റെയിൻ ചെയ്തതും ഇന്ത്യ വോട്ട് ചെയ്യാത്തതിൻ്റെ ഈ ഒരു ട്രെൻഡും കൂടെ ഒന്ന് അനലൈസ് ചെയ്തേക്കണേ, ബിക്കോസ് ഇത് ന്യൂസിൽ നിന്ന് എടുത്തതാണ്. ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ. Okay, moving on to the next question. With reference to Vice President's resignation. Vice President resignation. Obviously, Vice President resignation. കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. On the Deputy Speaker of Lok Sabha automatically become the acting Vice President. ഇത് കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. Only the Supreme Court can approve. Vice President must obtain approval from Lok Sabha and Rajya Sabha before resignation. He may resign at any time by submitting a written letter to the President of India under 67E, and the resignation is effective immediately. Statement 1 ആണ്. അതുകൊണ്ട് ഇത് ക്വസ്റ്റ്യൻ പോളിറ്റിയിലെ ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദിസ് ഇസ് എ കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ. സോ അങ്ങനെ വൈസ് പ്രസിഡന്റിന്റെ റെസിഗ്നേഷൻ ആണ് ഇതിനകത്ത്. പല സെക്ഷൻസും അതിന്റെ ഹിസ്റ്റോറിക്കൽ പ്രസിഡൻസ് കണ്ടോ. വി ഗിരി, ഭൈരോൺ സിംഗ് ഷെഖാവത്ത്, ജഗ്ദീപ് ധങ്കറിന്റെ ഒക്കെ മുന്നേ ഉള്ള ഇതും വളരെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹാവ് എൻ ഐഡിയ. പിന്നെ ഇങ്ങനത്തെ ചില വിയാർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പരീക്ഷ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇറ്റ് അപ്പിയർഡ് ഇൻ ദ ന്യൂസ് റീസെൻ്റ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ അത് വിടാറാണ് പതിവ്. സോ I don't know how to Chamagastrodia ricensis എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെഡിസിനൽ പ്ലാന്റ് ആണോ, ഒരു ഓർക്കിഡ് സ്പീഷി ആണോ, അതോ ഒരു പുതിയ ബട്ടർഫ്ലൈ സ്പീഷി ആണോ, ഫ്രഷ് വാട്ടർ ഫിഷ് ആണോ? സോ വിൽ ഗോ വിത്ത് എ ആണ്. അതൊരു ഓർക്കിഡ് സ്പീഷിയാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ റിക്കൻസിസ് ഇസ് എ ഓർക്കിഡ് സ്പീഷി. എ ആണ് ഉത്തരം, അത് ഓർത്ത് വെക്കുക. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ്. 68 പൈക്ക റിബല്യൻ. ഇത് കണ്ടാൽ നമ്മൾ ഉടനെ മോഡേൺ ഇന്ത്യ എന്ന് പറയും. സോ ഹിസ്റ്ററിയിൽ കറണ്ട് അഫയേഴ്സിൽ ഒരുപാട് ഹിസ്റ്ററി റിലേറ്റഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് വരാറുണ്ട്. ഐ വോണ്ട് ടു ഗോ ബാക്ക് ആൻഡ് ചെക്ക് ഔട്ട് ദിസ്. പൈക്ക റിബല്യൻ എന്താണെന്നുള്ളത് നോക്കുക. ഇത് ലാർജ് സ്കെയിൽ അപ്രൈസിംഗ് ബൈ ബക്ഷി, ജഗബന്ധു, കുർദ ഡിസ്ട്രിക്ട്, ഒറീസ. ഇതെല്ലാം കറക്റ്റാണ്. വൺ ഓഫ് ദ മെയിൻ കോസസ് വാസ് ബ്രിട്ടീഷ് കോൺഫിസ്കേഷൻ, ഹെറിഡിറ്ററി റെന്റ് ഫ്രീ ലാൻഡ്. ഇതെല്ലാം കറക്റ്റാണ്. വാസ് ലിമിറ്റഡ് ഓൺലി ടു ദ അർബൻ സെൻറ്റർ ഓഫ് ഒഡീഷ ആൻഡ് ഡിഡ് നോട്ട്സ്. ഇത് തെറ്റല്ലേ? ഒബ്വിയസ്ലി ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ്? ഇതെല്ലാം നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത് ട്രൈബൽ ആൻഡ് സിവിൽ പെസൻറ്റ് അപ്രൈസിംഗ് എന്നൊക്കെ പറഞ്ഞാണ്. അപ്പോൾ അർബൻ സെൻറ്റേഴ്സ് ഓഫ് ഒഡീഷ മാത്രമല്ല, ട്രൈബൽ ഇൻവോൾവ് അല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എല്ലാം തെറ്റാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ളതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫോൾട്ട് യു ക്യാൻ സി ദി ആൻസർ ഇസ് 1 and 2. അപ്പോൾ ഇതിൽ പൈക്ക റിബല്യൻ എന്താണെന്നുള്ളത് ഗോ ബാക്ക് ആൻഡ് റീഡ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കോസസും നേച്ചർ ഓഫ് ദ റിവോൾട്ട് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട്കം, സിഗ്നിഫിക്കൻസ്, ഗോ ബാക്ക് ആൻഡ് റീഡ് ദിസ്. ദാറ്റ്സ് അബൌട്ട് പൈക്ക. ആൻഡ് ദി ലെപ്റ്റോസ്പിറോസിസ് എന്ന് പറയുന്ന എറണാകുളം ഡിസ്ട്രിക്ട് ഓഫ് കേരള, ഇത് ഈ അടുത്ത് വന്നിരുന്നു. സോ വൈറൽ ആണോ, ബാക്ടീരിയൽ ആണോ, ഫംഗൽ ആണോ, എയർബോൺ ആണോ എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ഇറ്റ്സ് എ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അത് ബി ആണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അതൊരു സൂനോട്ടിക് ഡിസീസ് ആണ്. ഇറ്റ് സ്പ്രെഡ്. സോ കണ്ടാമിനേറ്റഡ് വാട്ടർ, സോയിൽ, യൂറിൻ, ഇങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. സോ ഗെറ്റ് ദിസ് കറക്റ്റ്. അടുത്തത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇവർ ഡെറ്റ് ഓൺലി ഷോർട്ട് ടേം, ഓൺലി ലോങ് ടേം, ഓൺലി മിഡിൽ ടേം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ ആവും. കാരണം ഇത് ന്യൂസിലുണ്ടായിരുന്നതാണ്. സാഗർമാല ഫിനാൻസ് SMFCL എന്ന് പറയുന്ന സാഗർമാല ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. വാട്ട് ഇസ് ദിസ്? പ്രൊവൈഡ്സ് ഓൺലി ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ലോൺ എന്ന് പറയുന്നത്. ഓൺലി ഷോർട്ട് ടേം എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ്, ചിലപ്പോൾ കറക്റ്റ് ആവാട്ടോ. പക്ഷേ ഇവിടുത്തെ എക്സ്ട്രീം സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴും തെറ്റാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഇവിടെ അത് തെറ്റാണ്. ഷോർട്ട് ടേം മാത്രമല്ല, അല്ലാതെയും കൊടുക്കുന്നുണ്ട്. ഇറ്റ് വാസ് നോൺ ആസ് സാഗർമാല ഡെവലപ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ്. ഇത് കറക്റ്റാണ്. ഇറ്റ് ഈസ് നോട്ട് രജിസ്റ്റേർഡ് വിത്ത് ദി RBI ആസ് എൻ NBFC. ഇത് തെറ്റാണ്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി രജിസ്റ്റേർഡ് വിത്ത് ദി RBI ആൻഡ് ഇറ്റ് ഇസ് ഇത് അങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ ഓൺലി ഒരു സ്റ്റേറ്റ്മെൻറ്റേ കറക്റ്റ് ആയിട്ടുള്ളൂ ഇതിനകത്ത്. നോക്കുകയാണെങ്കിൽ അത് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം എല്ലാം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പഴയ പേര് അത് തന്നെയാണ്. അപ്പോൾ SDCL എന്നാണ്. അത് ഇപ്പോൾ ഇങ്ങനെയാണെന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. 71 question again. The tomb of Hazrat Sheikh Mohammad Ghaus is nude. എവിടെയാണെന്ന് വെച്ചാൽ മധ്യപ്രദേശ് ഹൈക്കോർട്ട് റൂളിംഗ് കൊണ്ടാണ്. മധ്യപ്രദേശ് ഹൈക്കോർട്ട് റൂളിംഗ് ഉള്ളതുകൊണ്ട് ഗ്വാലിയർ ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇറ്റ്സ് ഇൻ മാണ്ഡു, ചിസ്തി ആൻഡ് ഫത്തേപൂർ സിക്രി. ഇറ്റ്സ് എ സ്റ്റെപ്പിൽ ഇൻ ഓർച്ച. അപ്പോൾ ഇത് ശരിക്കും എവിടെയാണെന്നുള്ളതൊരു ഐഡിയ ഉണ്ടാവില്ല. ഇതിലിപ്പോൾ ഫത്തേപൂർ സിക്രി മധ്യപ്രദേശിലാണോ, ഉത്തർപ്രദേശിലാണോ, ഡൽഹിയിലാണോ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. എവിടെയാണെന്ന് ഒബ്വിയസ്ലി ഗസ് ചെയ്താൽ. സോ ഗസ് ഇറ്റ്.
ഗ്വാലിയറിലുള്ള ഒരു ലേറ്റർ മുഗൾ ആർക്കിടെക്ചർ തന്നെയാണ് ഈ പറയുന്ന ടൂംബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂംബിനെ കുറിച്ചിട്ട് പ്രധാനമായിട്ടും താൻസൻ എന്ന് പറയുന്ന അക്ബറിൻ്റെ ഫേമസ് സിംഗറിനെ അടക്കിയിരിക്കുന്ന സ്ഥലം ഇവിടെയാണ്. ഹസ്രത് ഷെയ്ഖ് മുഹമ്മദ് ഗോസിൻ്റെ ടൂംബിലാണ്, ഇവിടെയാണ് അടക്കിയിരിക്കുന്നത്. ബാക്കി ആർക്കിടെക്ചർ കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ക്വസ്റ്റ്യനിൽ തന്നെ പലപ്പോഴും ക്ലൂ ഉണ്ടാവും. യു ഹാവ് ടു ലുക്ക് അറ്റ് ആൻഡ് certain ടൈംസ് ദ ക്ലൂസ് ക്യാൻ ഓൾസോ ബി മിസ്ലീഡിങ്. സോ ശ്രദ്ധിച്ച് പ്രസൻസ് ഓഫ് മൈൻഡോടെ വേണം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് സൽഖാൻ ഫോസിൽ പാർക്ക്? It is located in Sonabhadra district of UP for the such as 1.4 billion years പഴക്കമുള്ളതാണ്. As fossils at Salkhan are younger than those found in Shark Bay. തെറ്റാണ്. ഷാർക്ക് ബേനെക്കാട്ടും പഴയതാണ് ഇപ്പോൾ സൽഖാൻ ഫോസിൽ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങൾ ആദ്യം അത് അറിയണം. യുനെസ്കോയുടെ ടെൻറ്റേറ്റീവ് ലിസ്റ്റിലുള്ളതാണ്. ഓൾഡസ്റ്റ് നോൺ ഫോസിൽസ് പാർക്കാണ്. വെരി വെരി ഓൾഡ്. കറണ്ട് അഫയേഴ്സിൽ ഉള്ളതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. നെക്സ്റ്റ് ഇസ് റിഗാർഡിംഗ് എത്തനോൾ സപ്ലൈ, ESY. ഇങ്ങനൊരു സംഭവമുണ്ട്. ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ESY, എത്തനോൾ സപ്ലൈ ചെയ്യുന്നൊരു സാധനമുണ്ട്. എല്ലാ കൊല്ലം ഏപ്രിൽ 1 തുടങ്ങി മാർച്ച് 31 അവസാനിക്കുന്നത്. ഇതെന്താ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആണോ എന്നുള്ള സംഭവം. പെട്രോളിംഗ്, ബ്ലെൻഡിങ്, ഷുഗർ കെയിൻ, എത്തനോൾ പ്രൊഡക്ഷനും ബ്ലെൻഡിങ്ങും കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ തെറ്റാണ്. ഇത് ആക്ച്വലി നവംബർ 1 ഒക്ടോബറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അവിടുത്തെ പ്രധാന സംഭവം. സ്റ്റാർട്ട്സ് ഓൺ നവംബർ 1, ഒക്ടോബർ 31 അവസാനിക്കുന്നത്. കൂടുതലും ഷുഗർ കെയിൻ ഹാർവെസ്റ്റിങ്ങിൻ്റെ ടൈം ലൈൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ സമയം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ന്യൂ ഇയർ, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന പോലെ ഇത് എത്തനോൾ ഇയർ ആണ്. എത്തനോളിൻ്റെ സപ്ലൈ ഇയർ ആണ്. അതാണ് ESY എന്ന് പറയുന്നത്. എത്തനോൾ സപ്ലൈ ഇയറിനെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. യു ഷുഡ് റീഡ് മോർ അബൌട്ട് ഇറ്റ്. സിമ്പിൾ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറൊരു മിസൈൽ നമ്മൾ ആകാശ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വി ഹാവ് അനദർ തിങ് കോൾഡ് പ്രളയ്. എന്താണ് പ്രളയ് എന്ന് ചോദിച്ചാൽ ദിസ് ഇസ് എൻ അറിയാമെങ്കിൽ കറക്റ്റായിട്ട് നമുക്കത് കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളത് വിളിച്ചാൽ എയർ ടു എയർ. പ്രളയ് ഇസ് എൻ സർഫസ് ടു സർഫസ് മിസൈലാണ്. എയർ ടു എയർ അല്ല, ഇറ്റ് സർഫസ് ടു സർഫസ്. ഇതിൽ എയർ ടു എയർ ഉണ്ട്, സർഫസ് ടു സർഫസ് ഉണ്ട്, ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഉണ്ട്, ക്രൂസ് ഉണ്ട്. സോ സർഫസ് ടു സർഫസ് DRDO ഉണ്ടാക്കിയ മിസൈലാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് ദ ചോള ഗംഗം ലേക്ക് ഓർ ദ പൊന്നേരി ലേക്ക്. ദ ചോള ഗംഗം തമിഴ്നാട് റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദി ഒറിജിനൽ ചോള വാസ് എക്സ്കവേറ്റഡ് ബൈ കിങ് രാജേന്ദ്ര ചോള. നോർത്തേൺ ക്യാമ്പ് വിത്ത് സെറമോണിയലി ഫിൽഡ് വിത്ത് ഗംഗ വാട്ടർ. അതുകൊണ്ടാണ് അതിനെ ചോള ഗംഗം എന്ന് വിളിക്കുന്നത്. ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ട്രാങ്ക്സ് ഹൈഡ്രോളിക് സിസ്റ്റം വാസ് പ്രൈമർലി ബിൽഡ് വിത്ത് ഗ്രാനൈറ്റ് എംബാങ്ക്മെന്റ്സ് ആൻഡ് വുഡൻ സ്ലൂസസ്. ഇവിടെ മെറ്റീരിയൽ, ഈ ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെല്ലാം ഓപ്ഷൻസിന് വലിയ പ്രസക്തിയുണ്ട്. വുഡ് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വുഡ് എക്സ്ട്രീംലി തെറ്റായിരിക്കും. കാരണം ആ കാലഘട്ടത്തിൽ വുഡ് ഉപയോഗിക്കുകയേ ഉണ്ടാവില്ല. അപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കാലത്ത് ഗ്രാനൈറ്റ് അവൈലബിൾ ആയിരിക്കും. സോ ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ദ മെറ്റീരിയൽ, ആ കാലഘട്ടം. അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് എലിമിനേറ്റ് ചെയ്യേണ്ടത് UPSCക്ക്. സോ ഗ്രാനൈറ്റും എംബാങ്ക്മെന്റ്സും ഇവിടെ തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് റോങ്. സോ ദിസ് ഇസ് ലെറ്റ്സ് സീ ദി സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. അതിനകത്ത് 1 and 3 തേർഡ് സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. ഇത് ഒരുപാട് ചാനൽ സംഭവം രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. സോ ലാറ്ററൈറ്റ് ബൺസ് ആൻഡ് സെഡിമെന്റ് ട്രാപ്പിംഗ് സ്ലൂസസ് ആണ്. വുഡും ഗ്രാനൈറ്റ് ഒന്നും അല്ല, ലാറ്ററൈറ്റ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ ക്വസ്റ്റ്യൻസിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ വി ഹാവ് ഡൺ ദ ഫസ്റ്റ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ അനാലിസിസ് നടത്തിയെന്ന് വിചാരിക്കുന്നു. ഇതിനകത്തുനിന്ന് ടേക്ക് അവേ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് എക്സ്പ്ലനേഷൻ എടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ കണ്ടന്റ് വൈസ് എനിക്ക് അറിയില്ല, ഓക്കെ ഐ നീഡ് ടു ബിൽഡ് ഇറ്റ് എന്നേക്കാട്ടും കൂടുതൽ പ്രാക്ടീസ് ചെയ്ത സമയത്ത് വാട്ട് വെൻറ്റ് ഇൻ ടു യുവർ മൈൻഡ്. ഡിഫിക്കൽട്ടായിരുന്നോ പഠിക്കാൻ, അല്ലെങ്കിൽ വായിക്കാൻ ഡിഫിക്കൽട്ടായിരുന്നോ, ഓപ്ഷൻസ് കൺഫ്യൂസിങ് ആയിരുന്നോ, ഈ പ്രശ്നങ്ങളെല്ലാം യു നീഡ് ടു സോൾവ് ദിസ്. ഇത് സോൾവ് ചെയ്ത് ഇഫ് യു ഗോ ഫോർവേഡ്, ഗോ ബാക്ക്, റീഡ് ദ കീ, അനലൈസ് ദ ഹോൾ തിങ്, കുറേയൊക്കെ നിങ്ങൾക്ക് ആ ഒരു സ്കില്ല്, ആ പ്രിലിംസ് സോൾവ് ചെയ്യുന്ന, ഇറ്റ്സ് കോൾഡ് എൻ ഇൻസ്റ്റിങ്ക്റ്റ്. പ്രിലിംസ് സോൾവ് ചെയ്യണമെങ്കിൽ ആ ഇൻസ്റ്റിങ്ക്റ്റ് വേണം, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടന്റോട് പറ്റില്ല. വിറ്റ്സ് കോൾഡ് ദി ഇൻസ്റ്റിങ്ക്റ്റ് പ്രിൻസിപ്പിൾ. ആ ഇൻസ്റ്റിങ്ക്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റട്ടെ. ഇനി അടുത്ത എല്ലാ എക്സാംസിനും ഇതേപോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഗെറ്റ് ദിസ് തിങ് കറക്റ്റ് ആൻഡ് സീ യു ഫോർ ദ നെക്സ്റ്റ് എക്സാമിനേഷൻ. താങ്ക് യു.